Good evening. I'm Akshaya. I had an All India rank of 2627 in the year 2020, and now I'm doing third year MBBS in AIMS Nagpur. ഇന്ന് നമ്മൾ പുതിയ ചാപ്റ്റർ തുടങ്ങാൻ പോവാണ്. ചാപ്റ്റർ 9 ബയോമോളിക്യൂൾസ്. കുറച്ച് കെമിസ്ട്രിയും കുറച്ച് സ്ട്രക്ചറൽ ഫോർമുലാസും ബയോളജിയും ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്റർ ആണിത്. ആൻഡ് ഇതില് വലിയ വെയിറ്റേജ് ഇല്ല, പക്ഷെ ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നീറ്റിന് എപ്പോഴും സ്ട്രക്ചറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചോദിക്കുന്നതാണ്. ആൻഡ് നമ്മൾ ഇന്ന് ഡയറക്ട്ലി NCERT വായിച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം കൂടുതൽ NCERT കൊടുത്ത സെന്റൻസസും അതിന്റെ സ്ട്രക്ചേഴ്സും ആണ് ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മൾ ചാപ്റ്റർ തുടങ്ങാണ്. ചാപ്റ്റർ 9 ബയോമോളിക്യൂൾസ്. നമ്മൾ ലൈൻ ബൈ ലൈൻ വായിച്ചിട്ട് ഇമ്പോർട്ടന്റ് ഞാൻ ഏതാന്ന് വെച്ചാൽ അത് പറയുന്നതായിരിക്കും. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് പാരഗ്രാഫ്. ആദ്യം നമ്മൾ എന്ത് പഠിക്കും? കെമിക്കൽ കോമ്പോസിഷനെ എങ്ങനെ അനലൈസ് ചെയ്യാം, അതായത് ഓരോ ബയോമോളിക്യൂൾസിന്റെയും അത് എന്തൊക്കെയാണെന്ന് ആദ്യം പഠിക്കും. ആൻഡ് എങ്ങനെ ഓരോ കെമിക്കൽസിന്റെയും അതിന്റെ കോമ്പോസിഷൻ അനലൈസ് ചെയ്യാം എന്ന് പഠിക്കും. പിന്നെ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെറ്റബോളൈറ്റ്സിനെ കുറിച്ചാണ്. പ്രൈമറി ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്താ, അതിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്താന്ന് ഡിസ്കസ് ചെയ്യും. ആൻഡ് അടുത്ത ടോപ്പിക് ബയോ മാക്രോ മോളിക്യൂൾസ്. അത് കഴിഞ്ഞ് 1 by 1 പ്രോട്ടീൻസ്, പോളിസാക്കറൈഡ്സ്, ന്യൂക്ലിക് ആസിഡ്സ് പഠിക്കും. അത് കഴിഞ്ഞ് സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ് പഠിക്കും. എൻസൈംസോടുകൂടി ചാപ്റ്റർ എൻഡ് ചെയ്യും. അപ്പൊ നമ്മള് ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കാൻ പോണ്. ആദ്യം എന്താ പറയുന്നത്? ലിവിങ് ഓർഗാനിസത്തിന്റെ ഡൈവേഴ്സിറ്റി നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ തൊട്ട് പഠിച്ചു വരുന്നതാണ്. ഡൈവേഴ്സിറ്റി കുറെ ഉണ്ടെന്ന് നമുക്കറിയാം. ഇനി നമ്മൾ ചിന്തിക്കുകയാണ് സ്വയം, ആർ ഓൾ ലിവിങ് ഓർഗാനിസംസ് മെയ്ഡ് ഓഫ് സെയിം കെമിക്കൽസ്? അതായത് ഓരോ ഓർഗാനിസത്തിന്റെയും കോൺസ്റ്റിറ്റുവൻസ് എങ്ങനത്തെയാണ്? സെയിം കെമിക്കൽസ്, അതായത് എലമെന്റ്സും കമ്പൗണ്ട്സും എല്ലാത്തിന്റെയും സെയിം ആണോ അല്ല ഡിഫറെന്റ് ആണോ എന്ന് നമ്മളിങ്ങനെ ചിന്തിക്കണം. ആൻഡ് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് നോക്കണം. ഓർഗാനിസത്തിന്റെ കോൺസ്റ്റിറ്റുവൻസ് നോക്കണമെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് എന്താ, കെമിസ്ട്രിയിൽ നമ്മൾ പഠിച്ചിരുന്നു എലമെന്റൽ അനാലിസിസ് എങ്ങനെയാ ചെയ്യാന്ന്. എലമെന്റൽ അനാലിസിസും അതിൽ ഓരോ കമ്പൗണ്ട് അല്ലെങ്കിൽ എലമെന്റിന്റെ എത്ര റേഷ്യോ, അല്ലെങ്കിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റേഷ്യോ, അല്ലെങ്കിൽ അതിന്റെ പെർസെന്റേജ് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കിയിരുന്നു. അപ്പൊ അതേപോലെ നമ്മൾ ആലോചിക്കാണ് പ്ലാന്റ് ടിഷ്യൂലോ ആനിമൽ ടിഷ്യൂലോ അല്ലെങ്കിൽ ഏതെങ്കിലും മൈക്രോബിയലിന്റെ പേസ്റ്റിലോ നമുക്ക് എങ്ങനെയാ ഈ എലമെന്റ്സ്, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ അല്ലെങ്കിൽ അതർ എലമെന്റ്സിന്റെ കണ്ടന്റ് എത്രയുണ്ട്, അതായത് ഒരു ലിവിങ് ടിഷ്യൂല് യൂണിറ്റ് മാസിൽ എത്ര റെസ്പെക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ആലോചിക്കാണ്. ആൻഡ് അടുത്ത എന്താ പറയുന്നത്? ഇഫ് ദ സെയിം അനാലിസിസ് ഇസ് പെർഫോംഡ് ഓൺ എ പീസ് ഓഫ് എർത്ത്സ് ക്രസ്റ്റ്, അതായത് മിനറൽസ് കൊണ്ടുണ്ടാക്കിയ എർത്തിന്റെ ക്രസ്റ്റില്, അതായത് ഒരു നോൺ ലിവിങ് മാറ്ററിൽ നമ്മൾ അനാലിസിസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് സെയിം ലിസ്റ്റ് കിട്ടുമോ നമ്മളിങ്ങനെ ആലോചിക്കാം. അപ്പോ വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ടു ലിസ്റ്റ്? ഇൻ ആബ്സല്യൂട്ട് ടേംസ് നോ സച്ച് ഡിഫറൻസസ് കുഡ് ബി മെയ്ഡ് ഔട്ട്. NCERT പറയുന്നത് അങ്ങനെ ആബ്സല്യൂട്ട് ഡിഫറൻസസ് ആയിട്ട് നമുക്ക് മേക്ക് ഔട്ട് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഓൾ ദ എലിമെന്റ്സ് പ്രസന്റ് ഇൻ എ സാമ്പിൾ ഓഫ് എർത്ത്സ് ക്രസ്റ്റ് ആർ ഓൾസോ പ്രസന്റ് ഇൻ എ സാമ്പിൾ ഓഫ് ലിവിങ് ടിഷ്യൂ. എന്താ പറയുന്നത്? എർത്ത്സ് ക്രസ്റ്റിലത്തെ തന്നെ കോൺസ്റ്റിറ്റ്വൻസും എലമെന്റ്സും കമ്പൗണ്ട്സും ഒക്കെ കൂടിയിട്ടാണ് ലിവിങ് ടിഷ്യൂവിൽ നിന്നും നമുക്ക് ഏകദേശം മേക്ക് ഔട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് however, a closer examination reveals that the relative abundance of carbon and hydrogen with respect to other elements is higher in any living organism than in Earth's crust. അപ്പൊ നമ്മൾ സിമിലാരിറ്റീസും ഡിഫറൻസസും നോക്കാണ്. വലിയ ഡിഫറൻസ് ഒന്നുമില്ല. എലമെന്റ്സ് ഒക്കെ ഓൾമോസ്റ്റ് ലിവിങ് ടിഷ്യൂന്റെയും നോൺ ലിവിങ് ടിഷ്യൂടെ ഒക്കെ സെയിം ആയിട്ട് കിട്ടും. പക്ഷെ റിലേറ്റീവ് അബണ്ടൻസ്, റിലേറ്റീവ്ലി നോക്കുമ്പോൾ കാർബൺ ആൻഡ് ഹൈഡ്രജൻ കുറച്ച് കൂടുതൽ ഏതില്? ലിവിങ് ഓർഗാനിസംസിൽ കുറച്ച് കൂടുതലുണ്ട് നമുക്ക് മനസ്സിലായി. ആൻഡ് നമ്മൾ അടുത്ത പഠിക്കാണ് ഹൗ ടു അനലൈസ് കെമിക്കൽ കോമ്പോസിഷൻ. കെമിക്കൽ അനാലിസിസ് നമ്മൾ നോക്കാണ്. അതിലെന്താ ചെയ്യേണ്ട? ആദ്യം നമ്മളൊരു എക്സ്പെരിമെന്റ് പോലെ പറയാണ്. We can continue asking in the same way what type of organic compounds are found in living organisms. How does one go about finding the answer? Question ചോദിക്കാൻ ആൻസർ അടുത്ത സെന്റൻസ് പറയുന്നുണ്ട്. To get an answer, one has to perform chemical analysis. Chemical analysis ചെയ്തു. And we can take any living tissue, എന്ത് വെജിറ്റബിളോ പീസ് ഓഫ് ലിവറോ ലിവിങ് ടിഷ്യൂ എടുക്കുക. ആൻഡ് അതിന് എന്ത് ചെയ്യുക? ആ പ്രോസസ്സ് ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം എന്ത് ചെയ്യും? നമ്മൾ ഒരു ലിവിങ് ടിഷ്യൂനെ എടുത്ത് വെജിറ്റബിളോ അല്ലെങ്കിൽ പീസ് ഓഫ് ലിവറോ, ആൻഡ് അതിനെന്ത് ചെയ്യും? ട്രൈക്ലോറോ അസിറ്റിക് ആസിഡിൽ ഒരു മോട്ടറും പെഷലും ഉപയോഗിച്ച് ഗ്രൈൻഡ് ചെയ്യുക. അതിനെ ഗ്രൈൻഡ് ചെയ്തു. ആൻഡ് വി ഒബ്റ്റെയിൻഡ് എ തിക് സ്ലറി. ഒരു നല്ല തിക്കായിട്ടുള്ള ഒരു രീതി ആവുന്നത് വരെ നമ്മൾ ഗ്രൈൻഡ് ചെയ്തു. ഏത്? ലിവിങ് ടിഷ്യൂ എന്തില്? ട്രൈക്ലോറോ അസിറ്റിക് ആസിഡിൽ. ഇനി
If we were to strain this through a cheesecloth or cotton, we would obtain 2 fractions. അങ്ങനെ സ്ട്രെയിൻ ചെയ്യാണ്. എന്ത് നമ്മൾ ആദ്യം ഗ്രൈൻഡ് ചെയ്തൊരു സാധനം സ്ട്രെയിൻ ചെയ്യാണ്. സ്ട്രെയിൻ ചെയ്യുമ്പോൾ നമുക്ക് 2 സാധനങ്ങൾ കിട്ടും. എന്തൊക്കെ? 2 ഫ്രാക്ഷൻ കിട്ടും. അതിൽ ഒന്ന് ഫിൽട്രേറ്റ് അല്ലെങ്കിൽ ആസിഡ് സോൾയുബിൾ പൂൾ ആൻഡ് സെക്കൻഡ് ദ റീറ്റൻഡേറ്റ് ഓർ ദി ആസിഡ് ഇൻസോൾയുബിൾ ഫ്രാക്ഷൻ. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? ഒരു ഫിൽട്രേറ്റ്, ആ കമ്പോണൻസ്, അതായത് ഒരു ലിവിങ് ടിഷ്യൂ എടുത്തിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് ഫിൽട്ടർ ചെയ്താൽ അല്ലെങ്കിൽ സ്ട്രെയിൻ ചെയ്താൽ കമ്പോണൻസ് ഏതാന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഒരു ഫിൽട്രേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഫിൽട്രേറ്റിന്റെ വേറെ പേര് ആസിഡ് സോൾയുബിൾ പൂൾ ആൻഡ് റീറ്റൻഡേറ്റ് അല്ലെങ്കിൽ ആസിഡ് ഇൻസോൾയുബിൾ ഫ്രാക്ഷൻ. Scientists have found thousands of organic compounds in the acid soluble pool. നമ്മൾ അതിനെക്കുറിച്ചൊരു വിശദീകരിച്ച് സ്റ്റഡി നടത്താൻ പോവാണ്. ഇനി a comparison of elements present in non-living and living matter. ആ ടേബിള് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആ ടേബിളിൽ നമുക്ക് എല്ലാ നമ്പറും അത്രയും ബൈഹാർട്ട് പഠിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് റിലേറ്റീവ്ലി ഏതാ അബണ്ടന്റ് അല്ലെങ്കിൽ ഏതാ കുറവെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോ നോക്കുമ്പോ നമ്മൾ എന്ത് കണ്ടു? ഇതില് എർത്ത് ക്രസ്റ്റിൽ നിന്നുണ്ട്, ഹ്യൂമൻ ബോഡിയിലും എത്രയാ നിന്നുണ്ട്. നമ്മൾ ഇതിൽ ഇമ്പോർട്ടന്റ് എന്താന്ന് വെച്ചാല് ഏറ്റവും കൂടുതൽ ഏതാ നമുക്ക് നോക്കണം. അപ്പൊ ഏറ്റവും കൂടുതൽ ഏതാ? എർത്ത് ക്രസ്റ്റില് ഏറ്റവും കൂടുതൽ കാണുന്ന ഓക്സിജൻ. ഓക്സിജൻ ഏറ്റവും കൂടുതലാന്ന് മനസ്സിലായി. പിന്നെ ഏതാ? സെക്കൻഡ് മോസ്റ്റ് സിലിക്കൺ ആണെന്ന് മനസ്സിലായി. ഇനി വെരി ലിറ്റിൽ നൈട്രജൻ ആണ് ഏറ്റവും കുറവ്. അപ്പൊ ഏറ്റവും കുറവ് ഏതാ? നൈട്രജൻ. അപ്പൊ നമ്മൾ ഇതിലാകെ നോട്ട് ചെയ്യേണ്ട കാര്യം ഏറ്റവും കൂടുതലുള്ള ഓക്സിജൻ, ഓക്സിജൻ കഴിഞ്ഞാൽ പിന്നെ വരുന്ന സിലിക്കൺ. ഇനി ഹ്യൂമൻ ബോഡിയിലേക്ക് വരാം. ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും കൂടുതൽ ഏതാ? ഹ്യൂമൻ ബോഡിയിലും ഏറ്റവും കൂടുതൽ ഓക്സിജൻ തന്നെ. ഓക്സിജൻ കഴിഞ്ഞു. ഇനി ഏറ്റവും കുറവ് ഏതാ? നെഗ്ലിജിബിൾ. സിലിക്കോൺ എങ്ങനെ? നെഗ്ലിജിബിൾ ആണ് ഹ്യൂമൻ ബോഡിയിൽ. നമ്പർ വൈസ് ഏറ്റവും കുറവ് ഏതാ? മാഗ്നീഷ്യം. മാഗ്നീഷ്യത്തിലും കുറവാണ് സിലിക്കൺ എന്ന് മനസ്സിലായി. അപ്പൊ ഏതാ കൂടുതൽ ഏതാ കുറവ് എന്നുള്ള കാര്യം നമ്മൾ നോട്ട് ചെയ്തു. ആൻഡ് നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. ഇൻ ഹയർ ക്ലാസ്സസ് യു ലേൺ അബൌട്ട് ഹൗ ടു അനലൈസ് എ ലിവിംഗ് ടിഷ്യൂ സാമ്പിൾ ആൻഡ് ഐഡന്റിഫൈ എ പെർട്ടിക്കുലർ ഓർഗാനിക് കമ്പൗണ്ട്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഈ എലമെന്റ്സ് നോക്കുകയാണെങ്കിൽ ഈ എലമെന്റ്സിലെ എർത്ത് ക്രസ്റ്റും ഹ്യൂമൻ ബോഡിയും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ഈ ഹ്യൂമൻ ബോഡിയിലത്തെ എല്ലാം കുറച്ച് കൂടുതലാണ് ദാൻ എർത്ത് ക്രസ്റ്റ്. അതേതൊക്കെ ഏതൊക്കെയാ കൂടുതലായിട്ട് വരുന്ന? കുറച്ചധികം. ഓൾമോസ്റ്റ് എല്ലാം കുറച്ച് കൂടുതലാണ്. പക്ഷെ ഈ ഒരു ലെവൽ വരെ ഓൾമോസ്റ്റ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ആ 3 ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ കമ്പോണന്റ് അല്ലെങ്കിൽ അതിന്റെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് ഏതിലാ കൂടുതൽ? ഹ്യൂമൻ ബോഡിയിലാണ് എർത്ത് ക്രസ്റ്റിനെക്കാട്ടും കൂടുതൽ. അപ്പൊ ആ കൺക്ലൂഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. ഇനി നമ്മൾ ഇനി നമ്മൾ കാണാൻ പോകുന്ന എന്താ? ഹയർ ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിക്കും? Analyze a living tissue sample. How to analyze എന്ന് പഠിക്കും. And identify a particular organic compound. It will suffice to say here that one extracts the compounds, then subjects the extract to various separation techniques till one has separated a compound from all other compounds. അതായത് ഓരോ കമ്പൗണ്ടും വേറെ ഓരോന്നിനും എക്സ്ട്രാക്ട് ചെയ്ത് അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുകയാണ്. ആൻഡ് എന്താ നമ്മൾ ചെയ്യാം? ഓരോ കമ്പൗണ്ടിൽ നിന്നും ഓരോ എലമെന്റ് ഐസൊലേറ്റ് ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് അത് എത്രയുണ്ട്, അത് എത്ര കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കണ്ടുപിടിക്കുക. Analytical techniques when applied to a compound give us an idea of the molecular formula. അത് നമ്മൾ കെമിസ്ട്രിയിൽ ഓൾറെഡി പഠിക്കും. ബേസിക്സിൽ, കെമിസ്ട്രിയിലെ ചാപ്റ്റേഴ്സിലെ ബേസിക്സിൽ നമ്മൾ പഠിക്കാണ് എങ്ങനെ ഓരോന്നിനെയും കോമ്പോസിഷൻ. കാർബൺ ഇത്ര ശതമാനം ഉണ്ട്, നൈട്രജൻ ഇത്ര ശതമാനം ഉണ്ട്, ഹൈഡ്രജൻ ഇത്ര ശതമാനം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മോളിക്കുലർ ഫോർമുല എങ്ങനെയാ ഡിറൈവ് ചെയ്യുക, ആൻഡ് മോളിക്കുലർ ഫോർമുലയിൽ നിന്ന് അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാ ഡിറൈവ് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ. ഇനി നമ്മുടെ ചാപ്റ്ററിന്റെ നെയിം എന്താ? ബയോമോളിക്യൂൾസ്. അത് കാണാൻ പോവാണ്. അതിലെന്താ പറയുന്നത്? ഓൾ ദ കാർബൺ കമ്പൗണ്ട്സ് ദാറ്റ് വി ഗെറ്റ് ഫ്രം ലിവിംഗ് ടിഷ്യൂസ്. അതിനെയാണ് നമ്മൾ ബയോമോളിക്യൂൾസ് എന്ന് വിളിച്ചത്. അതായത് ബയോ സ്റ്റാൻഡ്സ് ഫോർ ലിവിംഗ്. അതായത് കാർബൺ കമ്പൗണ്ട് ദാറ്റ് വി ഗെറ്റ് ഫ്രം ലിവിംഗ് ടിഷ്യൂസിനെ നമ്മൾ ബയോമോളിക്യൂൾസ് വിളിച്ചു. അപ്പൊ നമ്മൾ പറയാണ് അതേപോലെ ലിവിംഗ് ഓർഗാനിസംസിൽ ഓർഗാനിക് മാത്രമല്ല ഇൻഓർഗാനിക് എലമെന്റ്സും കമ്പൗണ്ട്സും ഉണ്ട്. അപ്പൊ അത് നമ്മൾ എങ്ങനെ അറിയുന്നു നമ്മൾ ആലോചിക്കണം. ആൻഡ് എ സ്ലൈറ്റ്ലി ഡിഫറെന്റ് ബട്ട് ഡിസ്ട്രക്റ്റീവ് എക്സ്പെരിമെന്റ് ഹാസ് ടു ബി ഡൺ. വൺ വേസ് എ സ്മോൾ എമൗണ്ട് ഓഫ് എ ലിവിംഗ് ടിഷ്യൂ, ഒരു ലിവറോ ലീഫോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലിവിംഗ് ടിഷ്യൂ എടുത്ത് അത് ആദ്യം എന്ത് ചെയ്യണം? ഡ്രൈ ചെയ്തു. ആൻഡ് നമ്മൾ വെയിറ്റ് ചെയ്തു ടിൽ ഓൾ ദ വാട്ടർ ഇവാപറേറ്റ് ചെയ്ത് പോയിട്ട് അത് ഡ്രൈ ആവുന്നത് വരെ. ആൻഡ് ആ റിമൈനിങ് മെറ്റീരിയൽ എന്ത് ചെയ്തു? ആ റിമൈനിങ് മെറ്റീരിയലിനെ വെയിറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഡ്രൈ വെയിറ്റ് കിട്ടും അതിന്റെ. ആൻഡ്
ഇനി ഈ ഡ്രൈ ചെയ്ത സാധനം, ഇഫ് ദ ടിഷ്യൂ ഇസ് ഫുള്ളി ബേൺഡ് all the carbon compounds are oxidized to gaseous forms. അതായത് കാർബണിന്റെ കമ്പൗണ്ട്സ് ഒക്കെ ഓക്സിഡൈസ് ആയി അത് റിലീസ് ആയി, അതായത് റിമൂവ് ആയി കമ്പൗണ്ടിൽ നിന്ന്. ഇനി ബാക്കിയുള്ള റിമൂവ് ചെയ്ത് ബാക്കിയുള്ള സാധനത്തിന് നമ്മൾ ആഷ് എന്ന് വിളിച്ചു. ഈ ആഷിൽ എന്താ ഉള്ളത്? ആഷിൽ ആകെ ഉള്ളത് ഇനോർഗാനിക് എലമെന്റ്സ് മാത്രമാണ്. കാരണം ഓർഗാനിക് എലമെന്റ്സ് ഒക്കെ ഓൾറെഡി റിമൂവ്ഡ് ആയി, ഓക്സിഡൈസ് ആയിപ്പോയി. ഇനോർഗാനിക് എലമെന്റ്സ് മെയിൻലി കാൽഷ്യം ഉണ്ട്, മാഗ്നീഷ്യം ഉണ്ട്, അങ്ങനത്തെ ഇനോർഗാനിക് എലമെന്റ്സ് അത് സൈഡിൽ ടേബിളും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇനോർഗാനിക് കമ്പൗണ്ട്സ് ലൈക്ക് സൾഫേറ്റ്, ഫോസ്ഫേറ്റ് എക്സെട്ര ആർ ഓൾസോ സീൻ ഇൻ ദ ആസിഡ് സോൾബിൾ ഫ്രാക്ഷൻ. അപ്പൊ നമ്മൾ ആസിഡ് സോൾബിൾ ഫ്രാക്ഷനിൽ ഓർഗാനിക് കമ്പൗണ്ട്സ് മാത്രമല്ല ഇനോർഗാനിക് കമ്പൗണ്ട്സ് ലൈക്ക് സൾഫേറ്റും ഫോസ്ഫേറ്റും ഒക്കെ ഉണ്ട് എന്നും കൂടി കണ്ടു. ആൻഡ് therefore elemental analysis gives elemental composition of living tissues in the form of hydrogen, oxygen, chlorine, carbon, etc., while analysis for compounds gives an idea of the kind of organic and inorganic constituents. അപ്പൊ നമ്മൾ എന്താ എലമെന്റൽ അനാലിസിസ് ചെയ്തപ്പോ നമ്മൾ എന്ത് മനസ്സിലായി? എത്ര ഒരു ലിവിങ് ടിഷ്യൂവിലും എത്ര ഈ എലമെന്റ് പ്രസന്റ് ആണെന്ന് മനസ്സിലായി. അതേപോലെ ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് കോൺസ്റ്റിറ്റ്യുവൻസ് എത്ര ഉണ്ടെന്ന് അറിയാൻ നമ്മൾ അനലൈസ് ചെയ്തു. From a chemistry point of view, one can identify functional groups like aldehydes, ketones, aromatic compounds, etc. But from a biological point of view, we shall classify them into amino acids, nucleotide bases, fatty acids, etc. അപ്പൊ നമ്മൾ കെമിസ്ട്രി ഇവിടെ നോക്കണം. ഇവിടെ ബയോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ബയോമോളിക്യൂൾസ് എന്തൊക്കെ ഉണ്ടെന്ന്, നമുക്ക് എന്തൊക്കെ കോൺസ്റ്റിറ്റ്യുവൻസ് ആണ്, എന്തൊക്കെ ഫോം ചെയ്ത് നമ്മൾ കണ്ടു. അതിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കാൻ പോകും. ഇനി ആദ്യം പറയാണ് അമിനോ ആസിഡ്സിനെ കുറിച്ച്. അമിനോ ആസിഡ്സ് എന്താ? ഓർഗാനിക് കമ്പൗണ്ട്സ് ആണ് കണ്ടെയ്നിങ് ആൻ അമിനോ ഗ്രൂപ്പ് ആൻഡ് ആൻ അസിഡിക് ഗ്രൂപ്പ് ആസ് സബ്സ്റ്റിറ്റ്യുവൻസ് ഓൺ ദ സെയിം. ഈ സെയിം ഇമ്പോർട്ടന്റ് ആണ്. ഒരു സെയിം കാർബണിന്റെ ഒരു അമിനോ ഗ്രൂപ്പും അസിഡിക് ഗ്രൂപ്പും. ആ സെയിം കാർബൺ എന്ത് വിളിച്ചു? ആൽഫ കാർബൺ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒരു ആൽഫ കാർബൺ ഉണ്ടാവും എല്ലാ അമിനോ ആസിഡ്സിലും, ബെയറിംഗ് ആൻ അമിനോ ഗ്രൂപ്പ് ആൻഡ് ആൻ അസിഡിക് ഗ്രൂപ്പ് ആസ് സബ്സ്റ്റിറ്റ്യുവൻസ്. അപ്പോ അതിന് ആൽഫ കാർബൺ വിളിച്ചാൽ അതിന് ആൽഫ അമിനോ ആസിഡ്സ് നമ്മൾ വിളിച്ചു. ആൻഡ് ദേ ആർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ മീത്തേൻസ്. ദർ ആർ 4 സബ്സ്റ്റിറ്റ്യൂവന്റ് ഗ്രൂപ്പ്സ് ഓക്യുപ്പൈങ് ദ 4 വാലൻസി പൊസിഷൻ. അതായത് കാർബണിന് 4 വാലൻസി ഉണ്ട്. ആ കാർബണിന്റെ 4 വാലൻസിയിൽ 4 സബ്സ്റ്റിറ്റ്യൂവൻസ് വന്ന് ഒക്യുപ്പൈ ചെയ്യും. ആൻഡ് അത് ഏതൊക്കെയാണെന്ന് നമ്മൾ പറയുന്നത്? ഹൈഡ്രജൻ ഉണ്ട്, കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്, അമിനോ ഗ്രൂപ്പ് ഉണ്ട്, ആൻഡ് വേരിയബിൾ ഗ്രൂപ്പ് ഡെസിഗ്നേറ്റഡ് ആസ് എൻ ആർ ഗ്രൂപ്പ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഒരു അമിനോ ആസിഡ് എന്താന്ന് കണ്ടു, അതിന്റെ ആൽഫ അമിനോ ആസിഡ് എന്തുകൊണ്ടാണ് വിളിച്ചതെന്ന് കണ്ടു, ആൻഡ് അതിന്റെ 4 വാലൻസിയിൽ 4 സബ്സ്റ്റിറ്റ്യുവൻസ് ഉണ്ട്. ആ 4 സബ്സ്റ്റിറ്റ്യുവൻസും എന്തൊക്കെയാന്ന് നമ്മൾ കണ്ടു. എന്തൊക്കെ? ഹൈഡ്രജൻ, കാർബോക്സിൽ ഗ്രൂപ്പ്, an amino group ആൻഡ് ഒരു വേരിയബിൾ. ആ വേരിയബിൾ ഗ്രൂപ്പിനെ നമ്മൾ ആർ എന്ന് വിളിച്ചു. ഈ ആറിന് പകരം എന്ത് ഗ്രൂപ്പ് വേണമെങ്കിലും വരാം. അതിനൊരു കോമൺ ടേം ആണ് ആർ എന്ന് വിളിച്ചത്. ആൻഡ് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ആർ ഗ്രൂപ്പ് ദർ ആർ മെനി അമിനോ ആസിഡ്സ്. അതായത് ഈ ആർ ഗ്രൂപ്പിൽ ഏത് തരം സാധനങ്ങളാണ് സബ്സ്റ്റിറ്റ്യുവൻസ് ആയിട്ട് വരുന്നതെന്നനുസരിച്ച് അമിനോ ആസിഡ്സ് നമ്മൾ അഗൈൻ ക്ലാസിഫൈ ആണ്. ഹവെവർ ദോസ് വിച്ച് അക്കർ ഇൻ പ്രോട്ടീൻസ് ആർ ഓൺലി ഓഫ് 20 ടൈപ്സ്. അപ്പൊ ആ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് വൈസിൽ ചോദിക്കാവുന്നതാണ്. ഹവെവർ പ്രോട്ടീൻസിൽ അക്കർ ചെയ്യുന്ന അമിനോ ആസിഡ്സ് ആർ ഓൺലി ഓഫ് 20 ടൈപ്സ്. ആ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഓൺലി ഓഫ് 20 ടൈംസിന് പകരം വേറെ നമ്പേഴ്സ് ഒക്കെ തന്നാലും നമുക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ആൻഡ് ദ ആർ ഗ്രൂപ്പ് ഇൻ ദിസ് പ്രോട്ടീനേഷ്യസ് അമിനോ ആസിഡ്സ് കുഡ് ബി എന്തൊക്കെ ആവാന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ പോലെ ഹൈഡ്രജൻ വന്നാൽ, അതായത് ഒരു അമിനോ ആസിഡ് ഒരു എക്സാമ്പിൾ എടുത്തു, കാർബണിന് 4 വാലൻസി, അതിൽ ഒന്നിൽ 6, മറ്റേതിൽ നമ്മൾ പഠിച്ചു ഹൈഡ്രജൻ ആവാം, കാർബോക്സിൽ ആവാം, ഹൈഡ്രജൻ ആവാം, കാർബോക്സിൽ ആവാം, അമിനോ ഗ്രൂപ്പ് ആവാം. ഇനി ഒരു വേരിയബിൾ ഗ്രൂപ്പ് വന്നു. ആൻഡ് ഈ വേരിയബിൾ ഗ്രൂപ്പ് ആർ ഗ്രൂപ്പ് എന്തൊക്കെയാവാം? ഈ ആർ ഗ്രൂപ്പ് ഹൈഡ്രജൻ ആണെങ്കിൽ നമ്മൾ അതിനെ വിളിച്ചു, ആ അമിനോ ആസിഡിന്റെ പേര് വന്നു ഗ്ലൈസീൻ. അതേസമയം ആ ആർ ഗ്രൂപ്പ് മീഥൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ, അതായത് CH3 ഗ്രൂപ്പ് ആണെങ്കിൽ അതിനെ നമ്മൾ എലാനിൻ എന്ന് വിളിച്ചു. ആൻഡ് ഹൈഡ്രോക്സി മീഥൈൽ ആണെങ്കിൽ നമ്മൾ അതിനെ സെറീൻ എന്ന് വിളിച്ചു. അപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടു? ഗ്ലൈസീന്റെ സ്ട്രക്ചർ ചെയ്താ, അലാനിന്റെ സ്ട്രക്ചർ ചെയ്താ, സെറീന്റെ സ്ട്രക്ചർ ചെയ്താന്ന് വെച്ചാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറയണം. ആൻഡ് ഈ ഗ്രൂപ്പ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഏത് ഗ്രൂപ്പ് വരുമ്പോൾ അതിനെ ഏത് പേര് വിളിച്ചു? ഗ്ലൈസീനിൽ ഏതാ ആറ്, അലാനിനിൽ ഏതാ ആർ ഗ്രൂപ്പ്, സെറീനിൽ ഏതാ ആർ ഗ്രൂപ്പ് എന്ന് പഠിക്കണം.
And the chemical and physical properties of amino acids are essentially of the amino, carboxyl and the R functional groups. നമ്മളപ്പോ പറയാണ് ഇതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്സിൽ ഏതൊക്കെ സബ്സ്റ്റൻസ് വന്നു അത് എന്തും കൂടി കോൺഫർ ചെയ്യും, അതിന്റെ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസും കൂടി ഡിസൈഡഡ് ആവും. ആൻഡ് ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് അമിനോ ആൻഡ് കാർബോക്സിൽ ഗ്രൂപ്പ്സ്, അമിനോ ആസിഡിന്റെ അമിനോ ബേസിക് ആണ്, കാർബോക്സിൽ ആസിഡിക് ആണെന്ന് അറിയാം. അപ്പോൾ അമിനോ ആസിഡ് ആണ് കൂടുതൽ നമ്പറിൽ അല്ലെങ്കിൽ കാർബോക്സിലാണോ ഡോമിനേറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ആസിഡിക്കും ബേസിക്കും ന്യൂട്രലുമായ അമിനോ ആസിഡ്സിനെ കാണാൻ പോവാണ്. അപ്പൊ ഏതൊക്കെ അമിനോ ആസിഡ്സിനെ കണ്ടു? ആസിഡിക് ഉണ്ട്, ബേസിക് ഉണ്ട്, ന്യൂട്രൽ ഉണ്ട്. അതിന്റെ ഓരോ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്ലൂട്ടാമിക് ആസിഡ് പേര് പോലെ തന്നെ ആസിഡിക് ആണ്. ലൈസീൻ, ആ പേര് കേട്ടാൽ തോന്നുന്നില്ല ബേസിക് ആണെന്ന്, പക്ഷെ അറിഞ്ഞിരിക്കണം ലൈസീൻ ഇസ് എ ബേസിക് ആസിഡ് അറിഞ്ഞിരിക്കണം. ആൻഡ് ന്യൂട്രലിന്റെ എക്സാമ്പിൾ ഇരിക്കണം, ന്യൂട്രൽ ആണെന്ന് അറിഞ്ഞിരിക്കണം. സിമിലർലി there are aromatic amino acids. Aromatic amino acidsന്റെ എക്സാമ്പിൾ ഇമ്പോർട്ടന്റ് ആണ്. ടൈറോസീൻ, ഫിനൈൽ അലാനിൻ, ട്രിപ്റ്റോഫാൻ. ഈ മൂന്നെണ്ണത്തിനൂടെ വേറെ ഏതെങ്കിലും തന്ന് ഐഡന്റിഫൈ ദ ഓഡ് വൺ ഔട്ട്, അല്ലെങ്കിൽ അരോമാറ്റിക് അല്ലാത്തത് ഏതാ എന്ന് വെച്ചാൽ പറയാൻ പറ്റണം. ആൻഡ് എ പെർട്ടിക്കുലർ പ്രോപ്പർട്ടി ഓഫ് അമിനോ ആസിഡ്സ് ഇസ് ദ അയനൈസബിൾ നേച്ചർ ഓഫ് NH2 and COH ഗ്രൂപ്പ്. കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്, NH2 ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ അയനൈസബിൾ നേച്ചർ വെച്ച് അതിനൊരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറയാണ്. ആ പെർട്ടിക്കുലർ പ്രോപ്പർട്ടി എന്താ? അതിന്റെ അയനൈസബിൾ നേച്ചർ ഈ രണ്ട് ഗ്രൂപ്പിന്റെ. ഹെൻസ് ഇൻ സൊല്യൂഷൻസ് ഓഫ് ഡിഫറെന്റ് pH the structure of amino acids changes. അപ്പൊ എന്താ? അയനൈസബിൾ ഗ്രൂപ്പ് വേറെ വേറെ ആയതുകൊണ്ട് തന്നെ ഡിഫറെന്റ് pH, അതായത് ആസിഡിക് pHലും ബേസിക് pHലും എന്താ ലൂസ് ചെയ്യുന്നത്, എന്താണ് ലൂസ് ചെയ്യുന്നതിനനുസരിച്ച് സ്ട്രക്ചർ ഓഫ് അമിനോ ആസിഡ് ചേഞ്ചസ്. അപ്പൊ നമ്മളിവിടെ സ്വിറ്റർ അയോണിക് ഫോം ഒരു ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അതെങ്ങനെയാ? ആദ്യത്തേൽ എങ്ങനെയാ? സ്വിറ്റർ അയോണിക് എന്ന് പറഞ്ഞാൽ അതിൽ ബോത്ത് പോസിറ്റീവും നെഗറ്റീവും. ഏത്? NH3 NH2 ഉണ്ടായത് NH3+Y, COOH COO-Y. അപ്പൊ അതിനെ സ്വിറ്റർ അയോണിക് എന്ന് വിളിച്ചു. ഇനി ആസിഡിക് എന്ന് പറഞ്ഞാൽ ഏതാ? ആസിഡിക്കും ബേസിക്കും ഐദർ സൈഡ്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത് ലിപ്പിഡ്സിനെ കുറിച്ച്. അമിനോ ആസിഡിനെ കുറിച്ച് ഒരു ബ്രീഫ് തന്നിട്ടുണ്ട്, അത് ജസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി പഠിക്കാൻ പോകുന്നത് ലിപ്പിഡ്സിനെ കുറിച്ചാണ്. അപ്പൊ ലിപ്പിഡ്സ് ആർ ജനറലി ഡാഷ് എന്നാണ് കൊടുത്തിട്ട്. നമുക്കറിയാം ഫാറ്റ്സ് എല്ലാം നമ്മൾ ജനറലി വെള്ളത്തിലിടുമ്പോൾ നമുക്കറിയാം അതിങ്ങനെ ഇൻസോൾബിൾ ആയി കിടക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു കോമൺ സെൻസ് നമുക്ക് എന്ത് കിട്ടും? ജനറലി വാട്ടർ ഇൻസോൾബിൾ ആണ് ലിപ്പിഡ്സ്. ആൻഡ് ദേ കുഡ് ബി സിമ്പിൾ ഫാറ്റി ആസിഡ്സ്. അവരെന്തായിരിക്കും? സിമ്പിൾ ഫാറ്റി ആസിഡ്സ് ആവാം. ഇനി അപ്പൊ നമ്മൾ അറിയണം ഫാറ്റി ആസിഡ് എന്താണ്. ഫാറ്റി ആസിഡ് ഹാസ് എ കാർബോക്സിൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ആൻ R ഗ്രൂപ്പ്. അതിന്റെ R ഗ്രൂപ്പിനോട് ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് വരുമ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിച്ചു? ഫാറ്റി ആസിഡ് എന്ന് വിളിച്ചു. ആൻഡ് ദ R ഗ്രൂപ്പ് എന്തൊക്കെയാവും? നമുക്ക് ചാൻസസ് തന്നിട്ടുണ്ട്. R ഗ്രൂപ്പ് എന്തൊക്കെയാവാം? മീഥൈൽ ആവാം, ഈഥൈൽ ആവാം, അല്ലെങ്കിൽ എത്രയെങ്കിലും കാർബൺ 1 to 19 കാർബൺസ് ഉള്ള ഏത് വേണമെങ്കിലും ആവാം. ഫോർ എക്സാമ്പിൾ, ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പാമറ്റിക് ആസിഡിന് എത്ര കാർബൺ ഉണ്ടെന്ന് ചോദിക്കുന്നത്. പാമറ്റിക് ആസിഡിന് 16 കാർബൺ ഉണ്ട്. ഇൻക്ലൂഡിംഗ് ആണോ എക്സ്ക്ലൂഡിംഗ് ആണോ കാർബോക്സിൽ കാർബൺ? അതും തെറ്റിപ്പോരുത്. ഇൻക്ലൂഡിംഗ്, അതായത് കാർബോക്സിൽ കാർബൺ ഇൻക്ലൂഡ് ചെയ്ത് ടോട്ടൽ 16 കാർബൺ വന്നു. ഇനി അറാക്കിഡോണിക് ആസിഡിന് എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 20 കാർബൺ ആറ്റംസ് ഉണ്ട്, ഇൻക്ലൂഡിംഗ് ദ കാർബോക്സിൽ കാർബൺ. അപ്പൊ പാമറ്റിക് ആസിഡിന്റെയും അറാക്കിഡോണിക് ആസിഡിന്റെയും കാര്യം മറക്കരുത്. ആൻഡ് ഫാറ്റി ആസിഡ്സ് കുഡ് ബി സാച്ചുറേറ്റഡ്. സാച്ചുറേറ്റഡ് എന്ന് വെച്ചാൽ എന്താ? കെമിസ്ട്രിയിൽ പഠിച്ചിട്ട് ഡബിൾ ബോണ്ട് ഇല്ലെങ്കിൽ സാച്ചുറേറ്റഡ്, അതായത് സിംഗിൾ ബോണ്ട്സ് മാത്രം. അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ 1 or more ഡബിൾ ബോണ്ട്സ് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട്സ് വന്നാൽ അൺസാച്ചുറേറ്റഡ് ആയി. ഇനി another simple lipid. സിമ്പിൾ ലിപ്പിഡിന്റെ ആൻസർ സിമ്പിൾ ലിപ്പിഡ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ സിമ്പിൾ ലിപ്പിഡ് എന്ന് വെച്ചാൽ നമുക്ക് ഐഡന്റിഫൈ അറിയണം. ഗ്ലിസറോൾ. ആൻഡ് ഗ്ലിസറോളിന്റെ കെമിക്കൽ നെയിം എന്താ? ട്രൈഹൈഡ്രോക്സി പ്രൊപ്പെയ്ൻ. ഇനി many lipids have both glycerol and fatty acids. Here the fatty acids are found esterified. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഫാറ്റി ആസിഡ്സിൽ എങ്ങനെയാ? ഫാറ്റി ആസിഡ്സ് esterified with glycerol. ഹിയർ അപ്പൊ എന്താ? ലിപ്പിഡിൽ എന്താ കാണുന്നത്? ഫാറ്റി ആസിഡ്സ് esterified with glycerol. ആൻഡ് ഈ ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും ഇത് തെറ്റിപ്പോരുത്. ഈ റിയാക്ഷൻ എസ്ട്രിഫിക്കേഷൻ, അതായത് എസ്ട്രിഫൈഡ് ആ പ്രോസസ്സും തെറ്റിപ്പോരുത്. ഇനി they can be monoglycerides, diglycerides and triglycerides. They are also called fats and oils based on what? എന്തിന്റെ ബേസിലാണ് നമ്മൾ ഫാറ്റ് ആണോ ഓയിൽ ആണോ എന്ന് പറയുന്നത്? മെൽറ്റിംഗ് പോയിന്റ്. അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് അനുസരിച്ച് നമ്മൾ അതിന് ഫാറ്റ് ആണോ ഓയിൽ ആണോ കാറ്റഗറൈസ് ചെയ്തു. ഇനി അതിന്റെ ഡിഫറൻസ് എന്താ? ഓയിലിൽ എങ്ങനെയാ?
ഓയിൽ, ഒരു എക്സാമ്പിൾ ഇതിന് ജിഞ്ചർലി ഓയിൽ. അതിന് എങ്ങനെ മെൽറ്റിംഗ് പോയിന്റ് കുറവാണോ കൂടുതലാണോ? ഓയിൽസിന് ലോവർ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അപ്പൊ എന്താ പറ്റുക, വിന്ററിലും ലോവർ മെൽറ്റിംഗ് പോയിന്റ് ആയതുകൊണ്ട് അതെന്താ റിമെയിൻ ആസ് ഓയിൽ, അതായത് കട്ട പിടിക്കാണ്ട് അങ്ങനെ തന്നെ നിൽക്കും. ഇനി സം ലിപ്പിഡ്സ് ഹാവ് ഫോസ്ഫറസ് ആൻഡ് എ ഫോസ്ഫോ റിലേറ്റഡ് ഓർഗാനിക് കമ്പൗണ്ട് ഇൻ ദം. ചില ലിപ്പിഡ്സിന് ഫോസ്ഫറസും ഫോസ്ഫോ റിലേറ്റഡ് ഓർഗാനിക് കമ്പൗണ്ട്സ് ഒക്കെ ഉണ്ടാവാം. അതിന് നമ്മൾ എന്ത് വിളിച്ചു? അങ്ങനത്തെ ലിപ്പിഡിനെ നമ്മൾ ഫോസ്ഫോ ലിപ്പിഡ്സ് എന്ന് വിളിച്ചു. പേര് പോലെ തന്നെ ഫോസ്ഫോ കണ്ടറിയാം, ഫോസ്ഫറസ് ഗ്രൂപ്പ് ഫോസ്ഫോറൈലേറ്റഡ് ഓർഗാനിക് കമ്പൗണ്ട് എന്തോ ഉള്ളതാണ്. ഇനി ഫോസ്ഫോ ലിപ്പിഡ്സ് ആർ മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ എന്തോ പറയും? ദേ ആർ ഫൗണ്ട് ഇൻ സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിനിൽ കൂടുതലാണെന്നാണ് ഫോസ്ഫോ ലിപ്പിഡ്. അതിന്റെ ഒരു എക്സാമ്പിൾ, മെംബ്രെയിനിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഫോസ്ഫോ ലിപ്പിഡിന്റെ എക്സാമ്പിൾ ഏതാന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റണം? ലെസിത്തിൻ. ആൻഡ് സം ടിഷ്യൂസ്, എസ്പെഷ്യലി ദ ന്യൂറൽ ടിഷ്യൂസ്, അവർക്ക് എന്താ ഹാവ് ലിപ്പിഡ്സ് വിത്ത് മോർ കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ ലിപ്പിഡ് ഉണ്ടെന്ന് മനസ്സിലായി നമുക്ക്. ഏതില്? ചില ലിവിങ് ടിഷ്യൂസ് ലൈക്ക് ന്യൂറൽ ടിഷ്യൂസിനും ലിപ്പിഡ് കണ്ടന്റ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ നമ്മള് കണ്ടു ഏതൊക്കെ ഗ്രൂപ്പ്സ് അറ്റാച്ച് കണ്ടു, പാമിറ്റിക് ആസിഡ്, അരാക്കിഡോ കണ്ടു. അതിന്റെ കെമിക്കൽ നെയിം എന്താ? ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പെയിൻ പഠിച്ചു. ആൻഡ് ആ പ്രോസസ് പഠിച്ചു എസ്ട്രിഫിക്കേഷൻ. ഏതുവരെ നമ്മൾ ഫാറ്റി ആസിഡും ഗ്ലിസറോളും തമ്മിൽ, അതിനെയാണ് ലിപ്പിഡ് എന്ന് വിളിച്ചത്. ആൻഡ് അവർക്ക് അടുത്ത ക്ലാസിഫിക്കേഷൻ വന്ന എന്താ? മോണോഗ്ലിസറൈഡ്സ്, ഡൈഗ്ലിസറൈഡ്സ്, ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറഞ്ഞ് അതിനെ ക്ലാസിഫൈ ചെയ്തു. ഫാറ്റി ആസിഡ്സ് എസ്ട്രിഫൈഡ് വിത്ത് ഗ്ലിസറോൾ. ആ ലിപ്പിഡ്സ് നമ്മൾ എന്തൊക്കെ വിളിച്ചു? മോണോഗ്ലിസറൈഡ്, ഡൈഗ്ലിസറൈഡ് ആൻഡ് ട്രൈഗ്ലിസറൈഡ്. ആൻഡ് അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് വെച്ച് നമ്മൾ അതിന്റെ ഡിവൈഡ് ചെയ്ത് പിന്നെയും വിളിച്ചു. ഇതിന്റെ ലോവർ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളതിനെ ഓയിൽ. ലോവറിനും എല്ലുണ്ട്, ഓയിലിനും എല്ലുണ്ട്, അങ്ങനെ വെച്ച് ആലോചിക്കാം. അങ്ങനെ ഓയിലിന് ലോവർ മെൽറ്റിംഗ് പോയിന്റ് എന്ന് ആലോചിച്ചു. ഇനി ഫോസ്ഫറസ് അല്ലെങ്കിൽ ഫോസ്ഫോ റിലേറ്റഡ് ഓർഗാനിക് കമ്പൗണ്ട് ഉള്ളതിന് ഫോസ്ഫോ ലിപ്പിഡാന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത പാരഗ്രാഫ്, ലിവിംഗ് ഓർഗൻസ് ഹാവ് എ നമ്പർ ഓഫ് കാർബൺ കമ്പൗണ്ട്സ് ഇൻ വിച്ച് ഹെട്രോസൈക്ലിക് റിംഗ്സ്. ഹെട്രോസൈക്ലിക് ആയിട്ടുള്ള റിംഗ്സും ഉള്ള ഓർഗാനിക് കമ്പൗണ്ട്സ് ഉണ്ട്. സം ഓഫ് ദീസ് ആർ നൈട്രജൻ ബേസസ്, അഡെനിൻ, ഗ്വാനിൻ, സൈറ്റോസിൽ, യുറാസിൽ, തൈമിൻ. അതിനൊക്കെ നമ്മൾ സ്ട്രക്ചർ വരുമ്പോൾ പഠിക്കും, അടുത്ത പേജിലുണ്ട്. വെൻ ഫൗണ്ട് അറ്റാച്ച് ടു എ ഷുഗർ, അതായത് നമ്മൾ ആദ്യം നൈട്രജൻ ബേസിനെ കുറിച്ച് പഠിച്ചു. ഇനി അടുത്ത് പറയുന്നത് എന്താ? ഈ നൈട്രജൻ ബേസ് ഒരു ഷുഗറിനോട് അറ്റാച്ച് ചെയ്താൽ അതിനെ നമ്മൾ ഈ എസ് വെച്ച് നമ്മൾ ഓർത്ത് നോക്കുക, അതിനെ ന്യൂക്ലിയോ സൈഡ്സ് എന്ന് വിളിച്ചു. ഇനി ഇപ്പൊ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇസ് ഓൾസോ ഫൗണ്ട് എസ്റ്റിഫൈഡ് ടു ദ ഷുഗർ. ഈ നൈട്രജൻ ബേസിനെ NB എന്ന് വിളിക്കാണ്. ഷുഗറും ഉണ്ട്, അതിനോടൊരു എന്തും കൂടി വന്നു, ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി വന്നാല് അത് നമ്മൾ എന്ത് വിളിച്ചു? ന്യൂക്ലിയോടൈഡ്സ്. അപ്പൊ എങ്ങനെയാ? നൈട്രജൻ ബേസിന്റെ എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി കണ്ടു. അഡെനിൻ എല്ലാം ഇന്നിലാണ് അവസാനിക്കുന്നത്. യുറാസിൽ മാത്രം ഇല്ലില്ല, ബാക്കിയെല്ലാം ഇൻ. ഇനി ന്യൂക്ലിയോ സൈഡ് ആവുമ്പോൾ നമ്മൾ അതിനെ എന്തിൽ എൻഡ് ചെയ്തു? അഡിനോസിൻ, ഗ്വാനോസിൻ, തൈമിഡിൻ, യൂറിഡീൻ, സൈറ്റിഡീൻ. അപ്പൊ നമ്മൾ ന്യൂക്ലിയോസൈഡ്സ്. ഇനി ചോദിക്കാണ് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ ന്യൂക്ലിയോടൈഡ്, അല്ലെങ്കിൽ പിക്കപ്പ് ദി നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഫ്രം ദ ഫോളോയിങ്. അതിൽ അഡെനിൻ, ഗ്വാനിൻ, ഗ്വാനോസിൻ, തൈമിഡിൻ, അങ്ങനെ ഡിഫറെന്റ് നെയിംസ് എന്നാലും നമുക്ക് പിക്കപ്പ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അടുത്ത എന്താ? ന്യൂക്ലിയോസൈഡ് കണ്ടു. ഇനി ന്യൂക്ലിയോടൈഡിന്റെ എക്സാമ്പിൾ എന്താ? അഡെനിലിക് ആസിഡ്, തൈമിഡിലിക് ആസിഡ്, ഗ്വാനിലിക് ആസിഡ്, യൂറിഡിലിക് ആസിഡ്, സൈറ്റിഡിലിക് ആസിഡ്. അപ്പൊ ആസിഡ് കൂട്ടി പറഞ്ഞാൽ അതിനെ നമ്മൾ ന്യൂക്ലിയോടൈഡ് എന്ന് വിളിച്ചു. ഇനി ന്യൂക്ലിക് ആസിഡ്സ് ലൈക്ക് DNA and RNA consist of ന്യൂക്ലിയോടൈഡ്സ് ഓൺലി. അപ്പൊ അടുത്ത പ്രോബ്ലം ക്വസ്റ്റ്യൻ എന്താ? ന്യൂക്ലിക് ആസിഡ് എന്താ? അതിന്റെ എക്സാമ്പിൾ ആണ് RNA, DNA ഒക്കെ ന്യൂക്ലിക് ആസിഡ് ആണ് നമുക്കറിയാം. അതിൽ എന്തൊക്കെയാ ഉള്ളത്? ദേ കൺസിസ്റ്റ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഓൺലി. ന്യൂക്ലിയോടൈഡ്സിന്റെ റിപ്പിറ്റേഷൻ കൊണ്ടാണ് DNA അല്ലെങ്കിൽ RNA ഉണ്ടായത്. DNA and RNA എന്താ നമുക്കറിയാം? ജനറ്റിക് മെറ്റീരിയൽ ആണ്. ഇനി നമ്മൾ ഡയഗ്രാം നോക്കാണ്. ഷുഗർ നമ്മൾ ആദ്യം, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ പഠിച്ചു. പിന്നെ അമിനോ ആസിഡ്സിനെ ജസ്റ്റ് ഒരു ബ്രീഫ് കണ്ടു. ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് കണ്ടു. ആൻഡ് നൈട്രജൻ ബേസസ്, ന്യൂക്ലിയോസൈഡ്സ്, ന്യൂക്ലിയോടൈഡ്. ഇതിന്റെ സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. വരക്കാൻ ഐഡന്റിഫൈ ചെയ്യാൻ ഇൻ കേസ് ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം. ഇതില് ഈ NCERT തന്ന എക്സാമ്പിൾസ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കണം. യുറാസിൽ ഒരു പിരമിഡിനാണ്, അഡെനിൻ ഒരു പ്യൂരിനാണ്. ന്യൂക്ലിയോസൈഡ്സിന്റെ എക്സാമ്പിൾ ഏതാ? അഡിനോസിൻ, യൂറിഡീൻ. അപ്പൊ അതിൽ വന്ന ഡിഫറൻസ് എന്താ? നമുക്കറിയാം നൈട്രജൻ ബേസ്, ജസ്റ്റ് ഒരു നൈട്രജൻ ബേസ് ഷുഗറിനോട് കൂട്ടി
കൂടിച്ചേർന്നാൽ അതിന് നമ്മൾ ന്യൂക്ലിക് ആസിഡ് എന്ന് വിളിച്ചു. ഇതിൽ ഈ 2 നൈട്രജൻ ബേസും ബാക്കിയുള്ള സ്ട്രക്ചറിനെ നമ്മൾ ഷുഗർ ആയിട്ട് കൺസിഡർ ചെയ്താൽ കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ ഷുഗേഴ്സിനോട് നൈട്രജൻ ബേസ് ചേർന്നു. ഇനി ന്യൂക്ലിയോടൈഡുമായിട്ടുള്ള ഡിഫറൻസ് എന്താ? ഈ ഷുഗറിന്റെ ഇവിടെ ഈ എച്ച് പോയി എന്ത് വന്നു? ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്നു. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്നപ്പോ അതെന്തായി? അഡെനിലിക് ആസിഡ് അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ് ആയി. അപ്പോ ആ സ്ട്രക്ചർ വരക്കാൻ പഠിക്കുക. ആൻഡ് ഓരോ സ്ട്രക്ചേഴ്സും അല്ലെങ്കിൽ സ്ട്രക്ചർ എന്നാൽ അതിന്റെ പേരും അല്ലെങ്കിൽ പേര് എന്നാൽ അതിന്റെ സ്ട്രക്ചർ വരക്കാനുള്ള 2 രീതിയും പഠിക്കാം. ഈ സ്ട്രക്ചർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടാണ് ഈ ലെസിത്തിൻ വിച്ച് ഇസ് എ ഫോസ്ഫോലിപ്പിഡ്. അത് എവിടെയാ കാണുന്നത്? സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിനിൽ കാണുന്ന ഫോസ്ഫോലിപ്പിഡ് ആയ ലെസിത്തിന്റെ സ്ട്രക്ചർ. ഈ സ്ട്രക്ചറും ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കണം. ആൻഡ് കൊളസ്ട്രോളും സ്ഥിരം ചോദിക്കുന്നതാണ്. ഈ അറ്റത്ത് ഇങ്ങനെ ബ്രാഞ്ചിങ് ഒക്കെ കൂട്ടിയും കുറച്ചും ഇത് തെറ്റാണ് ശരിയാണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നതാണ്. ഇനി ഇവിടെ OH ആണെന്ന് അറിഞ്ഞിരിക്കാം. ഇവിടെ OH ആണ്. ആൻഡ് ഇവിടെ 2 ബ്രാഞ്ച് ഉണ്ട്. ഇവിടെ മാത്രമേ ഉള്ളൂ ഡബിൾ ബോണ്ട്. അത് ഒന്നറിഞ്ഞിരിക്കാം. ആൻഡ് ഇത് കഴിഞ്ഞുള്ള ബ്രാഞ്ചിങ് അതെങ്ങനെയാന്ന് അറിഞ്ഞിരിക്കണം. ഇതിന്റെ പകരം വേറെ എന്തെങ്കിലും തെറ്റാന്ന് കണ്ടുപിടിക്കാനുള്ള കോമൺ സെൻസ് ഉണ്ടാവണം. ഇനി നമ്മൾ കാണാൻ പോകുന്ന പ്രൈമറി ആൻഡ് സെക്കൻഡറി മെറ്റബോളിറ്റ്സിനെ കുറിച്ചാണ്. The most exciting aspect of chemistry deals with isolating thousands of compounds, small and big, from living organisms, determining their structure and, if possible, synthesizing them. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഒരു ലിസ്റ്റ് ഓഫ് ബയോമോളിക്യൂൾസ് എടുത്ത് തന്നിട്ടുണ്ട്. ആൻഡ് അതിന്റെ സെക്കൻഡറി മെറ്റബോളിറ്റ്സിനെ വെച്ചാണ് വന്നിട്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതില് ആൽക്കലോയിഡ്സിന് ഈ കോഡീന് പകരം ആന്തോസിയാൻ തന്നാൽ തെറ്റാണ്. അവിടെ കോഡീനാണ് വരേണ്ടത് എന്നറിയാനുള്ളൊരു കോമൺ സെൻസ് വേണം. അപ്പൊ ഈ ടോക്സിൻ ഏതൊക്കെയാ? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആർ ടോക്സിൻസ് എന്ന് വെച്ചാൽ ആബ്രിനും റിസിനും ആണ് ടോക്സിൻ. ആൻഡ് ലെക്റ്റിൻ ഏതാ? കോൺകനാവലിൻ എ ആണ് ലെക്റ്റിന്റെ എക്സാമ്പിൾ. ഇതൊക്കെ എന്തിന്റെയാണെന്നും കൂടെ നോക്കി വെക്കണം. സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. ഇനി if one were to make a list of biomolecules, such a list would have thousands of organic compounds, including നമ്മളിപ്പോ കണ്ടിരുന്നു അമിനോ ആസിഡ്, ഷുഗർ, ലിപ്പിഡ്, അങ്ങനെ പലതും ഉണ്ടാവാം. ആൻഡ് ഒരു ബയോമോളിക്യൂൾ നമുക്ക് മെറ്റബോളൈറ്റ് എന്ന് വിളിക്കാൻ പറ്റും. ആൻഡ് ഇൻ ആനിമൽ ടിഷ്യൂ one notices the presence of all such categories of compounds shown in figure 9.1. ഇതിലത്തെ ഈ തന്നിരിക്കുന്ന സ്ട്രക്ചേഴ്സ് മിക്കതും ഇതൊക്കെ എന്താ? നമുക്കറിയാം ഇതൊക്കെ ആനിമൽ ടിഷ്യൂസിൽ കാണുന്ന വെറൈറ്റി ഓഫ് കമ്പൗണ്ട്സ് ആണ്. നമുക്ക് ഫോസ്ഫോലിപ്പിഡ് സെൽ മെംബ്രെയിൻ ഉണ്ടെന്ന് പഠിച്ചതുപോലെ ഓരോ കമ്പൗണ്ട്സും ഓരോന്നിന്റെ കോമ്പോസിഷന് വരുന്നതാണ് നമുക്ക് അറിഞ്ഞിരിക്കണം. ആൻഡ് ദീസ് ആർ കോൾഡ് പ്രൈമറി മെറ്റബോളൈറ്റ്സ്. അതായത് ബേസിക് സ്ട്രക്ചേഴ്സ് വിത്ത് വിച്ച് ഒരു ആനിമൽ ടിഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലിവിങ് ടിഷ്യൂ ഉണ്ടാക്കിയിരിക്കുന്ന ബേസിക് സ്ട്രക്ചറിനെ നമ്മൾ എന്ത് വിളിച്ചു? പ്രൈമറി മെറ്റബോളൈറ്റ്സ്. പക്ഷേ നമ്മള് പ്ലാന്റിനെ, ഫംഗലിനെ അല്ലെങ്കിൽ മൈക്രോബിയൽ സെൽസിനെ നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? one would see thousands of compounds other than these primary metabolites. അതായത് പ്ലാന്റിലും ഫംഗസിലും മൈക്രോബിയൽ സെൽസിലും ജസ്റ്റ് ഈ പ്രൈമറി മെറ്റബോളിറ്റ്സ് മാത്രമല്ല, അത് കൂടാണ്ട് ചില സെക്കൻഡറി മെറ്റബോളിറ്റ്സ് ഉണ്ടാവും. അതിന്റെ എക്സാമ്പിൾ അറിഞ്ഞിരിക്കണം. ഈ ടേബിൾ ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ആൻഡ് എന്തൊക്കെയാ? ആൽക്കലോയിഡ്സ്, ഫ്ലേവനോയിഡ്സ്, റബ്ബർ, എസെൻഷ്യൽ ഓയിൽസ്, ആന്റിബയോട്ടിക്സ്, കളേർഡ് പിഗ്മെന്റ്സ്, സെൻസ്, ഗംസ് ആൻഡ് സ്പൈസസ്. അപ്പൊ അതിനൊക്കെ നമ്മൾ എന്ത് വിളിച്ചു? സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്ന് വിളിച്ചു. അതിന്റെ എക്സാമ്പിൾ പഠിച്ചു വെക്കുക. While primary metabolites have identifiable functions and play known roles in normal physiological processes, we do not at the moment understand the role or functions of all the secondary metabolites. അതായത് പ്രൈമറി മെറ്റബോളൈറ്റ്സ് കോമ്പോസിഷന് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണെന്നും അതിന് നോൺ ഫങ്ഷൻസും ഫിസിയോളജിക്കൽ റോളും ഉണ്ടെന്ന് നമുക്കറിയാം, ഫിസിയോളജി സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ സെക്കൻഡറി മെറ്റബോളിറ്റ്സിന്റെ ചിലതിനൊക്കെ നമുക്കറിയാം, ചിലത് പിഗ്മെന്റ്സ് ആണ്, കളർ കൊടുക്കുന്ന സാധനമാണ്, അല്ലെങ്കിൽ ചില ടോക്സിൻസ് അതിന്റെ സർവൈവലിന് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണെന്ന് പറയും. പക്ഷെ എല്ലാത്തിന്റെയും യൂസസോ അല്ലെങ്കിൽ ഫങ്ഷൻസോ റോളോ ഒന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി ഈ പ്ലാന്റ്സിലും ഫംഗസിലും മൈക്രോബ്സിലും ഒക്കെ ഉള്ള സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന് ഹ്യൂമൻ വെൽഫെയറിന് ഉപയോഗിക്കാൻ പറ്റുന്ന, അതായത് ഹ്യൂമൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾ ഇവിടെ തന്നിട്ട് റബ്ബർ, ഡ്രഗ്, സ്പൈസസ്, സെൻസ് ആൻഡ് പിഗ്മെന്റ്സ്. ചിലതിന് എക്കോളജിക്കൽ ഇമ്പോർട്ടൻസും ഉണ്ട്, അതൊക്കെ പിന്നെ പഠിക്കും. ഇനി നമ്മൾ ബയോ മാക്രോ മോളിക്യൂൾസിലേക്ക് കടക്കാം. ആസിഡ് സോൾബിൾ പൂളിലുള്ള എല്ലാ കമ്പൗണ്ട്സും നോക്കിയാൽ
അതില് ഒരു കോമൺ ഫീച്ചർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയത് എന്താ? അതില് നമ്മൾ നോക്കിയപ്പോ ദേ ഹാവ് മോളിക്കുലർ വെയ്റ്റ്സ് റേഞ്ചിങ് ഫ്രം 18 to around 800 daltons. അപ്പൊ ഇത്രയുണ്ട് നമുക്ക് മനസ്സിലായി. ഇതാണ് കോമൺ ഫീച്ചർ. മോളിക്കുലർ വെയ്റ്റിന്റെ ബേസിസിൽ നമുക്ക് മനസ്സിലായി ആസിഡ് സോൾയുബിൾ പൂളിലുള്ള കോമണാലിറ്റി എന്താണ്. ഇനി ദ ആസിഡ് ഇൻസോൾയുബിൾ ഫ്രാക്ഷൻ ഹാസ് ഓൺലി 4 types of organic compounds. എന്താ ആസിഡ് ഇൻസോൾയുബിൾ ഫ്രാക്ഷൻ? ആസിഡ് സോൾയുബിൾ അല്ല, ആസിഡ് ഇൻസോൾയുബിൾ. ആകെ 4 types of organic compounds ഉള്ളൂ. എന്തൊക്കെയാ? അതാണ് പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്സ്, പോളിസാക്കറൈഡ്സ് ആൻഡ് ലിപ്പിഡ്സ്. അത് ഇത്രയും നേരം ഡിസ്കസ് ചെയ്തു. ആൻഡ് ദീസ് ക്ലാസ് ഓഫ് കമ്പൗണ്ട്സ് വിത്ത് എക്സെപ്ഷൻ ഓഫ് ലിപ്പിഡ്സ്, ലിപ്പിഡ് ഒഴിച്ച് ലിപ്പിഡിനെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള കമ്പൗണ്ട്സിന് മോളിക്കുലർ വെയിറ്റ് എങ്ങനെ അറേഞ്ച് ചെയ്യുന്നത്? 10,000 daltons and above. അപ്പൊ നമ്മൾ എന്ത് കണ്ടു? ആസിഡ് സോൾയുബിൾ പൂളിലെ മോളിക്കുലർ വെയിറ്റ് കണ്ടു. ലിപ്പിഡ് ഒഴിച്ച് ബാക്കി ആസിഡ് ഇൻസോൾയുബിൾ പൂളിന്റെ മോളിക്കുലർ വെയിറ്റ് 10,000 above ആണെന്ന് മനസ്സിലായി. ഫോർ ദിസ് വെരി റീസൺ ബയോമോളിക്യൂൾസ്, അതായത് കെമിക്കൽ കമ്പൗണ്ട്സ്, ലിവിങ് ഓർഗാനിസംസിൽ കാണുന്ന കെമിക്കൽ കമ്പൗണ്ട്സ് മോളിക്കുലർ വെയിറ്റിന്റെ ബേസിസിൽ നമ്മൾ 2 ടൈപ്പ് ആക്കി. അതേതൊക്കെ? which have molecular weights less than 1,000 dalton. അതിൽ ഇതെന്താ സ്റ്റാൻഡേർഡ് എത്രയാ? 1,000 dalton. അപ്പോൾ അതിൽ കൂടുതലുള്ളതിനെ അല്ലെങ്കിൽ അതിൽ കുറവുള്ളതിനെ നമ്മൾ മൈക്രോ മോളിക്യൂൾസ് എന്ന് വിളിച്ചു, അല്ലെങ്കിൽ വെറുതെ ബയോമോളിക്യൂൾസ് എന്ന് വിളിച്ചു. ആൻഡ് ആസ് എ ഇൻസോൾയുബിൾ ഫ്രാക്ഷൻ ഉണ്ടാക്കുന്ന മാക്രോ മോളിക്യൂൾസ്, ഇത് 10,000 മേലെയാന്ന് നമുക്കറിയാം. അപ്പൊ അത് ഏതിന് മേലെയായിരിക്കും? 1,000 മേലെയായിരിക്കും. അതിനെ നമ്മൾ ബയോ മാക്രോ മോളിക്യൂൾസ് അല്ലെങ്കിൽ മാക്രോ മോളിക്യൂൾസ് എന്ന് വിളിച്ചു. നമ്മൾ മാക്രോ മോളിക്യൂൾസിനെയും മൈക്രോ മോളിക്യൂൾസിനെയും മോളിക്കുലർ വെയിറ്റിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഡിവൈഡ് ചെയ്തു, എങ്ങനെ ക്ലാസിഫൈ ചെയ്തു എന്ന് മനസ്സിലാക്കി. ഇനി ദ മോളിക്യൂൾസ് ഇൻ ദ ഇൻസോൾയുബിൾ ഫ്രാക്ഷൻ വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് ലിപ്പിഡ്സ് ആർ പോളിമറിക് സബ്സ്റ്റൻസസ്. ഇൻസോൾയുബിൾ ഫ്രാക്ഷനിലെ മോളിക്യൂൾസ് ലിപ്പിഡ് ഒഴിച്ച് ബാക്കിയെല്ലാം എങ്ങനെയാ? പോളിമേഴ്സ് ആണ്. ആൻഡ് വൈ ഡു ലിപ്പിഡ്സ് ഹൂസ് മോളിക്കുലർ വെയിറ്റ് ഡു നോട്ട് എക്സീഡ് 800 dalton? അപ്പോ അത് അടുത്ത സെന്റൻസിൽ എന്ത് മനസ്സിലായി? ലിപ്പിഡ് നമുക്കറിയാം ബാക്കിയുള്ള ഇൻസോൾയുബിൾ പൂളിലെ പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ്, പോളിസാക്കറൈഡ് മൂന്നും ഏത് ഗ്രൂപ്പിൽ പോയി? അതിന് പ്രോട്ടീൻസും ന്യൂക്ലിക് ആസിഡ്സും പോളിസാക്കറൈഡ്സും എത്ര? 10,000 daltonsന് അബവ് ആണ് മോളിക്കുലർ വെയിറ്റ് എന്ന് കണ്ടു. പക്ഷെ അതിൽ ലിപ്പിഡിൽ മാത്രം കുറവാന്ന് നമുക്കറിയായിരുന്നു. ഇപ്പൊ നമുക്ക് എത്രയാന്ന് കിട്ടി? ദേ ഡു നോട്ട് എക്സീഡ് 800 dalton. അപ്പോ അതിൽ നമ്മൾ ചോദിക്കാണ് അത്രയും എക്സീഡ് ചെയ്യാൻ പറ്റാണ്ട്, അത്രയും കുറവായിട്ടും ഇതെങ്ങനെ ഒരു പാർട്ട് ഓഫ് മാക്രോ മോളിക്കുലർ ഫ്രാക്ഷൻ ആയത്? ഈ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഇൻസോൾയുബിൾ ഫ്രാക്ഷനിലെ എല്ലാം എക്സെപ്റ്റ് ലിപ്പിഡ്സ് പോളിമറിക് ആണ്. അപ്പൊ നമുക്ക് എന്താ? ലിപ്പിഡ്സ് പോളിമറിക് അല്ല എന്ന് മനസ്സിലായി. ആൻഡ് ലിപ്പിഡ്സ് പോളിമറിക് അല്ല, 800 dalton കുറവാണ് മോളിക്കുലർ വെയിറ്റ്. ആസിഡ് ഇൻസോൾയുബിൾ ഫ്രാക്ഷനിലാണ് വരുന്നത്. എന്നിട്ടും അതെങ്ങനെ ഒരു മാക്രോ മോളിക്കുലർ ഫ്രാക്ഷൻ ആയി, അല്ലെങ്കിൽ ഒരു മാക്രോ മോളിക്യൂൾസ് എന്ന് വിളിക്കാൻ പറ്റും എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്താ അതിന്റെ ആൻസർ? ലിപ്പിഡ്സ് ആർ ഇൻഡീഡ് സ്മോൾ മോളിക്കുലർ വെയിറ്റ് കമ്പൗണ്ട്സ് and are present not only as such but also arranged into structures like cell membrane. നമുക്ക് കണ്ടിരുന്നു ഫോസ്ഫോലിപ്പിഡും ലിപ്പിഡിന്റെ താഴെ വരുന്നതാണ്. സെൽ മെംബ്രെയിനിൽ കാണാം ആൻഡ് അതർ മെംബ്രെയിൻസിൽ കാണാം. അപ്പൊ നമ്മൾ അതിന് പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ജസ്റ്റിഫിക്കേഷൻ കണ്ടെത്താൻ നമ്മൾ ആ ടിഷ്യൂനെ ഗ്രൈൻഡ് ചെയ്തപ്പോൾ അതിന്റെ സെൽ സ്ട്രക്ചർ പോയി. ആൻഡ് സെൽ മെംബ്രെയിൻ ആൻഡ് അതർ മെംബ്രെയിൻസ് ആർ ബ്രോക്കൺ ഇൻ ടു പീസസ്. എന്നിട്ട് അത് വെസിക്കിൾസ് ഫോം ചെയ്തു. ആ വെസിക്കിൾസ് എങ്ങനെയാ? വാട്ടർ ഇൻസോൾയുബിൾ ആയിരുന്നു. വാട്ടർ സോൾയുബിൾ അല്ലാത്ത വെസിക്കിൾസ് ഫോം ചെയ്തു. ഇതിനെ ഗ്രൈൻഡ് ചെയ്ത് വെള്ളത്തിനായിട്ട് മിക്സ് ചെയ്തപ്പോ. അപ്പോ therefore these membrane fragments in the form of vesicles get separated along with the acid insoluble pools. അപ്പൊ അതെങ്ങനെയാ? അവര് ആസിഡ് ഇൻസോൾയുബിൾ പൂളിന്റെ കൂടെ സെപ്പറേറ്റഡ് ആയി വന്നു. ആൻഡ് ഹെൻസ് അതുകൊണ്ടാണ് മാക്രോ മോളിക്കുലർ ഫ്രാക്ഷനിൽ ലിപ്പിഡ്സ് വന്നു വിട്ടത്. ആൻഡ് ലിപ്പിഡ്സ് ആർ നോട്ട് സ്ട്രിക്ട്ലി മാക്രോ മോളിക്യൂൾസ്. അതും ഒരു ഇമ്പോർട്ടന്റ് സെന്റൻസ് ആണ്. സ്ട്രിക്ട്ലി മാക്രോ മോളിക്യൂൾസ് പറയാനും പറ്റൂല. കാരണം എന്താ? അതിന്റെ സെൽ മെംബ്രെയിനിലെ കണ്ടന്റ്സ് ഒക്കെ വന്നപ്പോൾ അത് വെസിക്കിൾ ഫോം ചെയ്ത് വാട്ടർ ഇൻസോൾയുബിൾ ആയി. ആൻഡ് സ്ട്രെയിൻ ചെയ്ത് വന്നപ്പോ അവരെങ്ങനെയാ? സെപ്പറേറ്റഡ് അലോങ് വിത്ത് ദ ആസിഡ് ഇൻസോൾയുബിൾ പൂൾ. അങ്ങനെ മാക്രോ മോളിക്കുലർ ഫ്രാക്ഷനിൽ വന്നു. ഇനി ദ ആസിഡ് സോൾയുബിൾ പൂൾ റെപ്രസെന്റ്സ് റഫ്ലി ദ സൈറ്റോപ്ലാസ്മിക് കോമ്പസിഷൻ. സൈറ്റോപ്ലാസ്മിലെ മേജർ സാധനങ്ങളും ആസിഡ് സോൾയുബിൾ പൂളിൽ വന്നു കിടന്നപ്പോ macromolecules from cytoplasm and organelles became the acid insoluble fraction. അപ്പൊ എങ്ങനെയാ? സൈറ്റോപ്ലാസത്തിലെ അല്ലെങ്കിൽ ബാക്കിയുള്ള ഓർഗനൽസിലെ മാക്രോ മോളിക്യൂൾസ് അവരെങ്ങനെ പോയി?
ആസിഡ് ഇൻസോൾബിൾ ഫ്രാക്ഷനിലേക്ക് വന്നു. ആൻഡ് സൈറ്റോപ്ലാസത്തില് ഒരു റഫ് എസ്റ്റിമേറ്റ് എടുത്ത് നോക്കിയാൽ അത് കുറച്ച് ആസിഡ് സോൾബിൾ പൂളിലേക്കും പോയി. ടുഗെദർ ദേ റെപ്രസെന്റ് ദി എൻറ്റയർ കെമിക്കൽ കോമ്പഷൻ. അതായത് എന്തിലെ സൈറ്റോപ്ലാസം ഓർഗനൽസ് എല്ലാത്തിന്റെയും കോമ്പഷൻ നോക്കി അതെല്ലാം ഒന്നിന്റെ അടുത്ത് നമുക്ക് മനസ്സിലാവും എല്ലാ ലിവിങ് ടിഷ്യൂസിലും ഓൾമോസ്റ്റ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ മനസ്സിലാക്കി. ആൻഡ് ഇൻ സമ്മറി, ഇഫ് വി റെപ്രസെന്റ് ദ കെമിക്കൽ കോമ്പഷൻ ഓഫ് ലിവിങ് ടിഷ്യൂ ഫ്രം അബണ്ടൻസ് പോയിന്റ് ഓഫ് വ്യൂ ആൻഡ് അറേഞ്ച് ദം ക്ലാസ് വൈസ്, വി ഒബ്സർവ് ദാറ്റ് വാട്ടർ ഇസ് ദ മോസ്റ്റ് അബണ്ടന്റ് കെമിക്കൽ. അതടുത്ത് പോസിബിൾ ക്വസ്റ്റ്യൻ ആയിരിക്കാം. മോസ്റ്റ് അബണ്ടന്റ് കെമിക്കൽ ഇൻ ലിവിങ് ഓർഗനിസം. ഇനി നമ്മൾ ആവറേജ് കോമ്പഷൻ ഓഫ് സെൽസ് നോക്കാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്ത്? വാട്ടർ, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്സ്, അയോൺസ്, ഇത്രയും സാധനങ്ങൾ തന്നിട്ട് അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ ബേസ്ഡ് ഓൺ പെർസെന്റേജ് ഓഫ് ടോട്ടൽ സെല്ലുലാർ മാസ്, ഒരു സെല്ലില് എത്ര ഉണ്ട് അതിന്റെ പെർസെന്റേജ് എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാൻ ചോദിച്ചാൽ നമുക്ക് എന്താ അറിയാൻ പറ്റും? കാർബോഹൈഡ്രേറ്റ്സും ലിപ്പിഡ്സും അയോൺസും നോക്കുകയാണെങ്കിൽ അയോൺസ് ഏറ്റവും കുറവ് വരും, പിന്നെ ലിപ്പിഡ്സ് വരും, പിന്നെ കാർബോഹൈഡ്രേറ്റ്സ്, പിന്നെ കൂടുതൽ കാണുന്ന ആരാ? ന്യൂക്ലിക് ആസിഡ്. DNA RNA ഒക്കെ ആയിട്ട് ന്യൂക്ലിക് ആസിഡ് എത്രയുള്ളൂ? 5 to 7% ഉള്ളൂ. പിന്നെ അതിന്റെ കൂടുതൽ ആരാ? പ്രോട്ടീൻസ്, ഏറ്റവും കൂടുതൽ വാട്ടർ. അപ്പൊ ഓർഡർ എങ്ങനെ? ഏറ്റവും കൂടുതൽ വാട്ടർ, പിന്നെ പ്രോട്ടീൻ, പിന്നെ ന്യൂക്ലിക് ആസിഡ്, അത് കഴിഞ്ഞിട്ട് കാർബോഹൈഡ്രേറ്റ്സും ലിപ്പിഡ്സും, ഏറ്റവും കുറവ് അയോൺസ് വന്നു. അത് അറിഞ്ഞിരിക്കുക, അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാം. ഇനി അടുത്തത് വരുന്നത് പ്രോട്ടീൻസ്. പ്രോട്ടീൻസ് എന്താ? പല പെപ്റ്റൈഡുകള്, പല ചെയിൻസ് ഓഫ് അമിനോ ആസിഡ്. എങ്ങനെ? ലീനിയർ ചെയിൻസ് ഓഫ് അമിനോ ആസിഡ്. അമിനോ ആസിഡിന്റെ ഒരു ലൈനിലായിട്ട് ഇങ്ങനെ ചെയിൻ പോലെ ഒരു മുത്തുമാലയിൽ ഇങ്ങനെ കോർത്തിണക്കി, ആ ഒരു മുത്തുമാലയിൽ ഒരു ത്രെഡ് ഉണ്ട്, അതിനിങ്ങനെ ഇങ്ങനെ കോർത്തിണക്കി ഒരു ഫുൾ മാല ആക്കുന്നത് പോലെ. എങ്ങനെയാ? ലീനിയർ ചെയിൻസ് ഓഫ് അമിനോ ആസിഡ്സ്. ഈ ഓരോ മുത്തിനെ നമ്മൾ എന്ത് വിളിച്ചു? അമിനോ ആസിഡ് എന്ന് വിളിച്ചു. ആൻഡ് ഈ ബോണ്ട്, ഒന്ന് മറ്റേതിലേക്കുള്ള ബോണ്ടിന് അല്ലെങ്കിൽ ഈ ത്രെഡിനെ നമ്മൾ എന്ത് വിളിച്ചു? പെപ്റ്റൈഡ് ബോണ്ട് എന്ന് വിളിച്ചു. ഇനി നമുക്ക് ഇതിൽ നിന്ന് എന്ത് പറയാൻ പറ്റും? ഓരോ പ്രോട്ടീനും അമിനോ ആസിഡ് കുറെ കൂടിച്ചേർന്ന് ബോണ്ട് വെച്ച് കൂടിച്ചേർന്നുണ്ടായതാണ്. അപ്പൊ അതിനെ ഒരു പോളിമർ എന്ന് വിളിച്ചു. അപ്പൊ ഏതാ? അമിനോ ആസിഡ് ആണോ പ്രോട്ടീൻ ആണോ പോളിമർ? പ്രോട്ടീൻ ആണ് പോളിമർ. അതിലെ ഓരോ മോണോമറും ആണ് അമിനോ ആസിഡ്സ്. ഇനി നമ്മൾ അമിനോ ആസിഡ്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ there are 20 types of amino acids. അതിന്റെ കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. A protein is a heteropolymer and not a homopolymer. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? പ്രോട്ടീൻ ഒരു ഹെട്രോപോളിമർ ആണ്, ഹോമോപോളിമർ അല്ല. ആ സെന്റൻസും മിക്കപ്പോഴും ചോദിക്കുന്നതാണ്. പ്രോട്ടീൻ ഹെട്രോ ആണോ ഹോമോ ആണോ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കും. ആൻഡ് ഇനി എന്ത് നമ്മൾ നോക്കുന്നത്? പോളിമർ എന്താ, ഹെട്രോപോളിമർ എന്താ നോക്കും. ഹോമോപോളിമർ എങ്ങനെയാ? ഓൺലി വൺ ടൈപ്പ് ഓഫ് മോണോമർ. പേര് പോലെ തന്നെ ഹോമോജീനസ് ഹെട്രോജീനസ് എന്ന് പറയുന്ന പോലെ ഹോമോയില് ഒരൊറ്റ ടൈപ്പ് മോണോമർ ഉണ്ടാവും. അതന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത്, അതായത് ഈ ഓരോ മുത്തും എല്ലാം ഒരേ ടൈപ്പുള്ളതാണെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് വിളിച്ചു? ഹോമോപോളിമർ. ഈ പോളിമർ ഫോം ബൈ സെയിം ടൈപ്പ് അല്ലെങ്കിൽ വൺ ടൈപ്പ് ഓഫ് മോണോമർ റിപ്പീറ്റിംഗ് മെനി നമ്പർ ഓഫ് ടൈംസ്. ഇനി അടുത്ത സെന്റൻസ്, ഇമ്പോർട്ടൻറ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ഹെൻസ് ഡയറ്ററി പ്രോട്ടീൻസ് ആർ സോഴ്സ് ഓഫ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. അത് നമുക്ക് മനസ്സിലായി, കാരണം പ്രോട്ടീൻസ് അമിനോ ആസിഡ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് അമിനോ ആസിഡ്സ് ക്യാൻ ബി, അത് അടുത്ത ക്ലാസിഫിക്കേഷന് അമിനോ ആസിഡിന് എസെൻഷ്യൽ, നോൺ എസെൻഷ്യൽ എന്ന് ക്ലാസിഫൈ ചെയ്തു. ദ ലാറ്റർ ഏതാ? നോൺ എസെൻഷ്യൽ. എങ്ങനത്തെയാ? നോൺ എസെൻഷ്യൽ, ആ പേര് കുറച്ച് മിസ്ലീഡിങ് ആണ്, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കുക എന്താ അതിന് നോൺ എസെൻഷ്യൽ എന്ന് വിളിക്കാനുള്ള കാരണം എന്താ? അത് നമ്മുടെ ബോഡിക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ എസെൻഷ്യൽ അമിനോ ആസിഡ് നമുക്ക് പുറത്തുനിന്ന് ഇൻടേക്കിലെ കൂടി അല്ലെങ്കിൽ ഡയറ്റിലെ കൂടി അല്ലെങ്കിൽ ഫുഡിലെ കൂടി മാത്രമേ എടുക്കാൻ പറ്റൂ. അപ്പൊ നമ്മുടെ ബോഡി സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമുക്ക് പുറത്തുനിന്ന് എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പുറത്തുനിന്ന് എടുക്കണ്ടേ എന്നുള്ള ബേസിസിൽ നമ്മൾ അതിനെ എസെൻഷ്യൽ അല്ലെങ്കിൽ നോൺ എസെൻഷ്യൽ ക്ലാസിഫൈ ചെയ്തു അമിനോ ആസിഡ്സിന്. അപ്പൊ നമുക്ക് ഏതാ ഡയറ്റിലെ കൂടി അല്ലെങ്കിൽ ഫുഡിലെ കൂടി കിട്ടുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ് ഡയറ്റിലെ കൂടി അല്ലെങ്കിൽ ഫുഡിലെ കൂടി കിട്ടുന്നത്. ഇനി പ്രോട്ടീൻസ് ക്യാരി ഔട്ട് മെനി ഫങ്ഷൻസ് ഇൻ ലിവിങ് ഓർഗാനിസംസ്. പ്രോട്ടീൻസിന് കുറെ ഫങ്ഷൻ ഉണ്ട്. ഇതില് ഇമ്പോർട്ടന്റ് ഞാൻ പറയാം. ഈ ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്. ഈ GLUT4 കുറിച്ച് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഉണ്ടായിട്ടുണ്ട്. GLUT4 എന്താ? ഒരു ട്രാൻസ്പോർട്ടർ ആണ്. എന്തിന്റെ? ഗ്ലൂക്കോസിന്റെ ട്രാൻസ്പോർട്ട്. ഗ്ലൂക്കോസിന്റെ ഗ്ലൂവും ട്രാൻസ്പോർട്ടിന്റെ ടീയും.
GLUT4 എന്ന് പറയുന്ന ഒരു ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ ആണ്. ആൻഡ് റിസെപ്റ്റർ, സെൻസറി റിസെപ്ഷനെ സഹായിക്കുന്നതാണ്. ആന്റിബോഡി എങ്ങനെയാ? ഇൻഫെക്ഷസ് ഏജൻസിനെ ഫൈറ്റ് ചെയ്യാൻ, അതായത് ഇമ്മ്യൂണിറ്റിക്ക് ആവശ്യമുള്ള സാധനമാണ്. ആൻഡ് ഇൻസുലിൻ എന്താണെന്നറിയാം? ഹോർമോൺ. ട്രിപ്സിൻ ഒരു എൻസൈം ആണ്. ഇനി ഇന്റർസെല്ലുലർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് വരുന്ന കൊളാജൻ. ഇത്രയും സാധനങ്ങൾ ഇതൊക്കെ എന്താ? ഇതൊക്കെ ഓരോ തരം പ്രോട്ടീൻ ആണ്. ഇതിന് വേറെ 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 ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും എന്താ, പ്രോട്ടീൻസിന് ലിവിങ് ഓർഗാനിസംസിൽ കുറെ ഡിഫറെന്റ് ഡൈവേഴ്സ് ഫങ്ഷൻസ് അല്ലെങ്കിൽ റോൾ പ്ലേ ചെയ്യാനുണ്ടെന്ന് മനസ്സിലായി. മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ആനിമൽ വേൾഡ് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റണം? കൊളാജൻ. മോസ്റ്റ് അബണ്ടന്റ് ഇൻ ആനിമൽ വേൾഡ്. ഇനി മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ദ ഹോൾ ഓഫ് ബയോസ്ഫിയർ ചോദിച്ചാൽ എന്ത് പറ്റും? എന്താ ആൻസർ വരും? റുബിസ്കോ എന്ന് വെച്ചാൽ റിബിലോസ് ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ്. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കും ആ പ്ലാന്റിലുള്ള പ്രോട്ടീൻ, അതാണ് ഏറ്റവും കൂടുതൽ അബണ്ടന്റ് ആയിട്ടുള്ള പ്ലാന്റ്സിലല്ല, ഹോൾ ഓഫ് ബയോസ്ഫിയർ. ഹോൾ ഓഫ് ബയോസ്ഫിയർ ആണ് അവിടുത്തെ ക്യാച്ച്. ഇനി ആനിമൽ വേൾഡിലെ കൊളാജൻ. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്, പോളിസാക്കറൈഡ്സ് എങ്ങനെയാ? ആസിഡ് ഇൻസോൾബിൾ പെല്ലറ്റ് ഓൾസോ ഹാസ് പോളിസാക്കറൈഡ്. നമുക്കറിയാം പോളിസാക്കറൈഡ്സ് വരുന്ന ആസിഡ് ഇൻസോൾബിൾ പൂളിലാണ്. അത് ഒരു മാക്രോമോളിക്യൂൾ ആണ്. ഇനി പോളിസാക്കറൈഡ്സ് എങ്ങനെയാ? ലോങ് ചെയിൻസ് ഓഫ് ഷുഗേഴ്സ്. ദേ ആർ ത്രെഡ്സ്, ലിറ്ററലി എ കോട്ടൺ ത്രെഡ് കണ്ടെയ്നിങ് ഡിഫറെന്റ് മോണോസാക്കറൈഡ്. ഇതേപോലെ തന്നെ നേരത്തെ പ്രോട്ടീൻ കുറെ അമിനോ ആസിഡ് വെച്ചാണ് ഉണ്ടാക്കിയതെങ്കിൽ ഇതെങ്ങനെയാ? കുറെ മോണോസാക്കറൈഡ് വെച്ച് ഒരു പോളിസാക്കറൈഡിനെ ഉണ്ടാക്കി. ആ പോളിസാക്കറൈഡിനെ എന്ത് വിളിച്ചു? കാർബോഹൈഡ്രേറ്റ്സ് എന്ന് വിളിച്ചു. ഇനി എക്സാമ്പിൾ പറയുന്നത് അത് ഇമ്പോർട്ടന്റ് ആണ്. സെല്ലുലോസ് ഇസ് എ പോളിമറിക് പോളിസാക്കറൈഡ് കൺസിസ്റ്റിംഗ് ഓഫ് ഓൺലി വൺ ടൈപ്പ് ഓഫ് മോണോസാക്കറൈഡ്. അതായത് ഗ്ലൂക്കോസ് കൊണ്ട് മാത്രം, അതായത് ഒരൊറ്റ സിംഗിൾ യൂണിറ്റ് n നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ചെയ്ത് ഉണ്ടായി വന്നൊരു പോളിസാക്കറൈഡ് ആയതുകൊണ്ട് സെല്ലുലോസിനെ എന്ത് വിളിച്ചു? ഹോമോപോളിമർ. അപ്പൊ നമുക്ക് മനസ്സിലായി സെല്ലുലോസ് ഒരു ഹോമോപോളിമർ. അതിന് ഹോമോപോളിമറിന്റെ എക്സാമ്പിൾ അല്ലെങ്കിൽ പിക്ക് ചെയ്യാൻ വന്നാൽ നമുക്കറിയാം സെല്ലുലോസ് ആണ് ഹോമോപോളിമർ. സ്റ്റാർച്ച്, വേറൊരു വേരിയന്റിനെ കുറിച്ച് പറയാണ്. സ്റ്റാർച്ചും കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമുക്കറിയാം. അതെന്താ? സ്റ്റാർച്ചിന്റെ ഫംഗ്ഷൻ എന്താ? അവര് സ്റ്റോർ ഹൗസ് ഓഫ് എനർജി ആണ്. പ്ലാന്റ്സിൽ എനർജി സ്റ്റോർഡ് ആയിരിക്കുന്നത് സ്റ്റാർച്ചിന്റെ ഫോമിലാണ്. ഇനി ആനിമൽസിന് ഇതിന്റെ സെയിം വേരിയന്റ് ഉണ്ട്, ഗ്ലൈക്കോജൻ. അതായത് സെയിം ഫുഡ് സ്റ്റോറേജ് ഗ്ലൈക്കോജന്റെ ഫോർമാറ്റിലാണ് നടക്കുന്നത്. ഇതൊക്കെ എന്തായിട്ട് വരും? ഇതൊക്കെ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. നമ്മൾ ഗ്ലൈക്കോജൻ കണ്ടു, സ്റ്റാർച്ച് കണ്ടു. ഇനി ഫ്രക്ടോസ്, ഇത് സെല്ലുലോസ് ഗ്ലൂക്കോസിന്റെ ആയിരുന്നെങ്കിൽ ഇവിടെ വരുന്ന ഇനുലിൻ എന്ന് പറയുന്ന ഒരു പോളിസാക്കറൈഡിന്റെ മോണോസാക്കറൈഡ് എന്തായിട്ട് വരും? ഫ്രക്ടോസ്. അപ്പൊ ഇനുലിൻ ഫോർ ഫ്രക്ടോസ്, അത് ഓർത്ത് വെക്കുക. ആൻഡ് ഇൻ പോളിസാക്കറൈഡ് ചെയിൻ ഒരു എക്സാമ്പിളിന് ഗ്ലൈക്കോജൻ എടുത്തു. ദ റൈറ്റ് എൻഡ് ഇസ് കോൾഡ് റെഡ്യൂസിംഗ് എൻഡ്. ആർ വെച്ച് അതാണ് അതിന്റെ ക്യാച്ച്. റൈറ്റ് എൻഡ് ഇസ് കോൾഡ് റെഡ്യൂസിംഗ് എൻഡ്. അപ്പൊ ലെഫ്റ്റ് എൻഡിനെ നമ്മൾ എന്ത് വിളിക്കും? നോൺ റെഡ്യൂസിംഗ് എൻഡ്. റൈറ്റ് എൻഡിനെ റെഡ്യൂസിംഗ് എൻഡ് എന്നും ലെഫ്റ്റ് എൻഡിനെ നോൺ റെഡ്യൂസിംഗ് എൻഡ് എന്നും വിളിച്ചു. And it has branches as shown in the form of a cartoon, figure 9.2, and starch forms helical secondary. അതും അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. Starch forms helical secondary structures. In fact, starch can hold iodine molecules in the helical portion. അതിന് helical secondary structures സ്റ്റാർച്ചിന് ഫോം ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ഹെലിക്കൽ പോർഷന്റെ പ്രത്യേകത എന്താ? അതിന് I2 മോളിക്യൂൾസിനെ ട്രാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. I2. അതുകൊണ്ട് എന്താ? സ്റ്റാർച്ച് അയഡിൻ ഇട്ടാൽ ബ്ലൂ കളർ കിട്ടും. സ്റ്റാർച്ച് അയഡിൻ കോംപ്ലക്സിന് ഏത് കളർ കിട്ടും? ബ്ലൂ കളർ കിട്ടും. കാരണം ഇതിന്റെ ഹെലിക്കൽ സെക്കൻഡറി സ്ട്രക്ചേഴ്സ് എന്ത് ചെയ്യും? അതിന്റെ കളർ ഇംബൈബ് ചെയ്തെടുക്കും. അപ്പൊ എന്താ? സെല്ലുലോസ് ഒരു ഹോമോപോളിമർ ആണ് ആദ്യം കണ്ടു. ഇപ്പൊ പറയാണ് അതിനെന്താ? അയഡിൻ കണ്ടെയ്ൻ ചെയ്യാൻ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. അപ്പൊ അതിനെന്താ? കളർ ഉണ്ടാവില്ല. ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട്. അത് വലിയ പോളിമർ ആണ്. അതിന്റെ ഒരു ചെറിയൊരു പാർട്ട് റിപ്പീറ്റിംഗ് യൂണിറ്റ് ചെറുതായിട്ട് ഡിനോട്ട് ചെയ്യാൻ ഇവിടെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കറിയാം സെല്ലുലോസ് എവിടെയാ കാണുന്നത്? പ്ലാന്റ് സെൽ വോൾസിൽ സെല്ലുലോസ് ഉണ്ട്. ഇനി പേപ്പർ മെയ്ഡ് ഫ്രം പ്ലാന്റ് പൾപ്പ് ആൻഡ് കോട്ടൺ ഫൈബർ എങ്ങനെയായിരിക്കും? അപ്പോ പ്ലാന്റിൽ നിന്ന് ഓൾറെഡി സെല്ലുലോസ് ഉണ്ടായിരുന്നു. അപ്പൊ പേപ്പർ, ആ പ്ലാന്റ് സെൽ വെച്ച് പേപ്പർ ഉണ്ടാക്കിയാൽ എന്താ? പേപ്പർ ബാംബൂയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ എങ്ങനെയാ? അതും സെല്ലുലോസിക് ആയിരിക്കും. There are more complex polysaccharides in nature.
they have as building blocks amino sugars and chemically modified sugars. അതിന്റെ ഓരോ എക്സാമ്പിൾ പറയാണ്, ഓരോ ഫങ്ഷൻസ് പറയാം. ഇനി എക്സോസ്കെൽറ്റൻസ് ഓഫ് ആർത്രോപോഡ്സ്, ഫോർ എക്സാമ്പിൾ ഒരു കോംപ്ലക്സ് പോളിസാക്കറൈഡ്, ആ ടേം ഇമ്പോർട്ടന്റ് ആണ്. കൈറ്റിൻ സിമ്പിൾ പോളിസാക്കറൈഡ് ആണോ കോംപ്ലക്സ് പോളിസാക്കറൈഡ് ആണോ, അല്ലെങ്കിൽ എക്സോസ്കെൽറ്റൻ ഓഫ് ആർത്രോപോഡ്സിൽ കാണുന്നത് എന്താണ് എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റണം എന്താണ് കൈറ്റിൻ, വിച്ച് ഇസ് എ കോംപ്ലക്സ് പോളിസാക്കറൈഡ്. ഇനി ഒന്ന് അടുത്തൊരു സെന്റൻസ്, ഇതും സ്റ്റേറ്റ്മെന്റ് ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. ഏതാ കോംപ്ലക്സ് പോളിസാക്കറൈഡ്സ് ആർ മോസ്റ്റ്ലി ഹോമോപോളിമേഴ്സ്. ആ ഹോമോപോളിമറിന് പകരം കോംപ്ലക്സ് പോളിസാക്കറൈഡ്സ് ആർ മോസ്റ്റ്ലി ഹെട്രോപോളിമേഴ്സ് എന്നാലും നമുക്ക് പെട്ടെന്ന് തെറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ ഉണ്ടെന്ന് തോന്നില്ല, പക്ഷെ ആക്ച്വലി അത് തെറ്റാണ്. കാരണം എന്താ, NCERT കൊടുത്തിന്റെ കോംപ്ലക്സ് പോളിസാക്കറൈഡ്സിന് മോസ്റ്റ്ലി ഹോമോപോളിമേഴ്സ് ആണ് ഉണ്ടാവുക. ഇനി അടുത്ത ടോപ്പിക് എന്താ, ന്യൂക്ലിക് ആസിഡ്. ഇപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടു, നമ്മള് ഗ്ലൈക്കോജന്റെ ജസ്റ്റ് സ്ട്രക്ചർ നോക്കി, പോളിസാക്കറൈഡ്സ് അതിന്റെ എക്സാമ്പിള്, ഹോമോപോളിമർ എന്താ, ഹെട്രോപോളിമർ എന്താ, ഓരോന്നിന്റെയും ഫങ്ഷണൽ യൂണിറ്റ്സ് എന്താ, എന്തിന് റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് വെച്ചാണ് എന്തുണ്ടായത് അല്ലെങ്കിൽ എന്ത് പോളിമർ ഉണ്ടായത് എന്ന് പഠിച്ചു. ആൻഡ് അടുത്ത് നമ്മൾ പ്രോട്ടീൻ കണ്ടു. അതിന് മുമ്പ് നമ്മളൊരു ബയോമാക്രോമോളിക്യൂൾസിന്റെ ഒരു ബ്രീഫ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ തന്നു. ആൻഡ് പ്രൈമറി ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആ ടേബിൾ കണ്ടു, എക്സാമ്പിൾസ് കണ്ടു. ആൻഡ് ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ ചാപ്റ്ററിന്റെ ഒരു ബ്രീഫ് ജസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ തന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത എന്താ, ന്യൂക്ലിക് ആസിഡ്. അതും എന്താ, ഒരു മാക്രോ മോളിക്യൂൾ ആണ് ന്യൂക്ലിക് ആസിഡ്. അപ്പൊ മാക്രോ മോളിക്യൂൾ ആണ് അത് ആദ്യത്തെ ക്യാച്ച്. ആൻഡ് അതെവിടെയാ കാണുന്നത്, ആസിഡ് ഇൻസോൾബിൾ ഫ്രാക്ഷൻ. ഒരു ലിവിംഗ് ടിഷ്യൂടെ ആസിഡ് ഇൻസോൾബിൾ ഫ്രാക്ഷൻ ആണെന്ന് കണ്ടു. ഇനി അവര് എന്താ, ഈ ന്യൂക്ലിക് ആസിഡ്സ് എന്താ ആക്ച്വലി പോളി ന്യൂക്ലിയോടൈഡ്സ്. നമ്മൾ നേരത്തെ ഒരു സെന്റൻസിലും കൂടി കണ്ടിരുന്നു, എങ്ങനെ ന്യൂക്ലിയോടൈഡ്സിന്റെ പല ന്യൂക്ലിയോടൈഡ്സ് ഒരുമിച്ച് ചേർത്ത് ഉണ്ടാക്കി ഒരു ഹോൾ സ്ട്രക്ചർ ആണ് ന്യൂക്ലിക് ആസിഡ്. അതിന്റെ മോണോമർ എന്താ, ന്യൂക്ലിയോടൈഡ്സ് എന്നാണ് നമ്മൾ കണ്ടത്. ആൻഡ് ടുഗെദർ വിത്ത് പോളിസാക്കറൈഡ്സ് ആൻഡ് പോളിപെപ്റ്റൈഡ്സ് അവര് ട്രൂ മാക്രോമോളിക്കുലർ ഫ്രാക്ഷൻ. ട്രൂ എന്ന് പറയുന്നതിന് കാരണം എന്താ, നമ്മൾ നേരത്തെ കണ്ടിരുന്നു ലിപ്പിഡ് ഇസ് നോട്ട് എ ട്രൂ മാക്രോമോളിക്യൂൾ നമ്മൾ കണ്ടിരുന്നു. അപ്പൊ അതുകൊണ്ട് ട്രൂ മാക്രോമോളിക്യൂൾസ് ഏതൊക്കെയാന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും, കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും ന്യൂക്ലിക് ആസിഡ്സും മാത്രം. ഇനി ന്യൂക്ലിക് ആസിഡിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്താ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോസൈഡ് അല്ല, ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോടൈഡിന്റെ കോമ്പോണൻസ് എന്താ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചിരുന്നു. ഒരു നൈട്രജൻ ബേസും ഒരു ഷുഗറും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി വരുമ്പോൾ നമ്മൾ ന്യൂക്ലിയോടൈഡ്സ് എന്ന് വിളിച്ചു. ഇനി ഈ ന്യൂക്ലിയോടൈഡ്സ് കുറെ എണ്ണം ചേർന്ന് എന്തുണ്ടാവും, ന്യൂക്ലിക് ആസിഡ് ഉണ്ടാവും. ആൻഡ് ന്യൂക്ലിയോടൈഡ്സിന് 3 കെമിക്കലി ഡിസ്റ്റിങ്ക്ട് കോമ്പണൻസ് ഉണ്ട്, അത് നമ്മൾ ഇവിടെ പഠിച്ചു. ഇനി 1 is a heterocyclic compound, 2nd is a monosaccharide, and 3rd a phosphoric acid അല്ലെങ്കിൽ ഫോസ്ഫേറ്റ്. കുറച്ചും കൂടി എന്താ ഇലാബറേറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഷുഗറിന് പകരം നമ്മളുടെ മോണോസാക്കറൈഡ് ഉപയോഗിച്ചു, ഫോസ്ഫോറിക് ആസിഡ് അല്ലെങ്കിൽ ഫോസ്ഫേറ്റ് ആണെന്ന് ഉപയോഗിച്ചു. ആൻഡ് ഹെട്രോസൈക്ലിക് കമ്പൗണ്ട് ഇതെന്താ, നൈട്രജൻ ബേസിനാണ് ഉദ്ദേശിച്ചത്. ഹോമോസൈക്ലിക് ഹെട്രോസൈക്ലിക് കമ്പൗണ്ട്സ് എന്താണെന്ന് അറിയാലോ. ഹെട്രോസൈക്ലിക് എന്ന് വെച്ചാൽ ഒരു സൈക്കിൾ ഉണ്ട്, ആ സൈക്കിളിൽ കാർബൺ അല്ലാത്ത വേറെ ഏത് എലമെന്റ് വന്നാലും അതിന് ഹെട്രോസൈക്ലിക്. മോസ്റ്റ്ലി നൈട്രജൻ ബേസിസിൽ കാർബണും നൈട്രജനും കാണുന്നുണ്ട്. അപ്പൊ നൈട്രജൻ പുറത്തുനിന്ന് ഉപയോഗിച്ചു. ഹോമോസൈക്ലിക് എന്ന് വെച്ചാൽ ഓൺലി കാർബൺ വെച്ച് മാത്രം ഉണ്ടാക്കുന്നത്. ആൻഡ് ഹെട്രോസൈക്ലിക് കമ്പൗണ്ട്സ് എന്തൊക്കെയാണ്, അതിന്റെ എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടു. എന്താ, നൈട്രജൻ ബേസിസ് ആണ്, അഡനിൻ, ഗ്വാനിൻ, യുറാസിൽ, സൈറ്റോസിൻ, തൈമിൻ. ഈ തൈമിൻ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഒരു വൈറ്റമിനുമായിട്ട് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് വൈറ്റമിൻ ആണ്, ഇത് തൈമിൻ. വൈ വന്നാല് അത് നൈട്രജൻ ബേസ് ആണ്. ഇനി ഇതിലെ പ്യൂരിൻ എന്താ, പിരിമിഡിൻ എന്താ. നൈട്രജൻ ബേസിനെ 2 ടൈപ്പ് ആക്കി, പ്യൂരിൻ ആൻഡ് പിരിമിഡിൻസ്. ഇതിൽ പ്യൂരിൻസിന്റെ എക്സാമ്പിൾ ആണ് എയും ജിയും, അതായത് അഡനിനും ഗ്വാനിനും. ബാക്കി 3 എണ്ണം ഏതൊക്കെ, യുറാസിലും സൈറ്റോസിനും തൈമിനും 3 ഏതാ, പിരിമിഡിൻ എന്ന് വിളിച്ചു. പ്യൂരിൻസ് ഏതാ, പിരിമിഡിൻസ് ഏതാ, എക്സാമ്പിൾ എന്താ നമ്മൾ കണ്ടു. ഇനി ദ സ്കെലിറ്റൽ ഹെട്രോസൈക്ലിക് റിംഗ് ഇസ് കോൾഡ് as പ്യൂരിൻ ആൻഡ് പിരിമിഡിൻ. അത് എന്തുകൊണ്ടാണ് വിളിച്ചത്, ആ സ്കെലിറ്റൻ, അവരുടെ ഹോൾ സ്കെലിറ്റൻ നമ്മൾ നേരത്തെ സ്ട്രക്ചറിൽ കണ്ടിരുന്നു. അവരുടെ ബേസിക് സ്കെലിറ്റൽ ഫോർമാറ്റില്, അതായത് റിംഗ് ഫോമില്, റിംഗും അതിന്റെ എലിമെന്റ്സും മാത്രം എഴുതിയിട്ടുള്ള ഫോമില് അതിന് നമ്മൾ എന്തൊക്കെ വിളിച്ചു, പ്യൂരിനും പിരിമിഡിനും വിളിച്ചു. ഇനി ഷുഗർ ഫൗണ്ട് ഇൻ പോളി ന്യൂക്ലിയോടൈഡ്സ്, അതായത് ന്യൂക്ലിക് ആസിഡ്സിലെ ഷുഗർ ഒന്നുകിൽ
എന്താവാം? റൈബോസ് ആവാം, അല്ലെങ്കിൽ 2-ഡിയോക്സി റൈബോസ് ആവാം. ഇത് അടുത്ത സെന്റൻസ് പോസിബിൾ ക്വസ്റ്റൻ ആയിട്ട് വരാം. റൈബോസ് ഇസ് എ മോണോസാക്രൈഡ് പെൻറ്റോസ്. അങ്ങനെ ഒരു സെന്റൻസ് വന്നാൽ തെറ്റാണ് ശരിയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഇനി ഷുഗർ എന്തൊക്കെയാവാം? നൈട്രജൻ ബേസ് അഞ്ച് ഡിഫറെന്റ് ടൈപ്സ് ആവാന്ന് പഠിച്ചു. ഇനി ഷുഗർ 2, ഒന്നുകിൽ റൈബോസ് അല്ലെങ്കിൽ 2-ഡിയോക്സി റൈബോസ്. ഇത്രയും നമ്മൾ കണ്ടു. ഇനി ഡിയോക്സി റൈബോസ് നമ്മൾ DNA അല്ലെങ്കിൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് വിളിച്ചു. ഇനി റൈബോസ് ഷുഗർ ആണ് ഇതിലുള്ളതെങ്കിൽ നമ്മൾ അതിനെ റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ RNA എന്ന് വിളിച്ചു. അപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടു? ന്യൂക്ലിക് ആസിഡ് മാക്രോ മോളിക്യൂൾ എന്ന് കണ്ടു. ആൻഡ് അത് ഏത് ഫ്രാക്ഷൻ ആണ്? ആസിഡ് ഇൻസോൾബിൾ ഫ്രാക്ഷനിലാണെന്ന് കണ്ടു. ആൻഡ് ഇനി എന്താ അടുത്ത പോയിന്റ്? ന്യൂക്ലിക് ആസിഡിലെ ഓരോ മോണോമറും അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്ക് ന്യൂക്ലിയോടൈഡ് ആണെന്ന് കണ്ടു. ആൻഡ് അടുത്ത എന്താ? അതില് ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട്. ന്യൂക്ലിയോടൈഡ്സിൽ എന്തൊക്കെ വരും? നൈട്രജൻ ബേസും ഷുഗറും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും വരും. നൈട്രജൻ ബേസിന്റെ 5 എക്സാമ്പിൾസ്: അഡിനിൻ, ഗ്വാനിൻ, യുറാസിൽ, സൈറ്റോസിൻ, തൈമിൻ തയാമിനുമായിട്ട് മാറിപ്പോകരുത്, വൈറ്റമിനുമായിട്ട് മാറിപ്പോകരുത്, അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ആൻഡ് പ്യൂരിൻസും പിരമിഡ്സും ഡിവിഷൻ കണ്ടു. നമ്മള് നൈട്രജൻ ബേസിനെ ഡിവൈഡ് ചെയ്തു. ഈ ന്യൂക്ലിക് ആസിഡ്സിൽ എന്തൊക്കെ ഷുഗർ കാണാൻ പറ്റും? 2 ടൈപ്പ് ഷുഗർ കാണാൻ പറ്റും. ഒന്നുകിൽ റൈബോസ് അല്ലെങ്കിൽ ഒരു മോണോസാക്കറൈഡ് പെൻറ്റോസ്, ആൻഡ് അല്ലെങ്കിൽ എന്തായിരിക്കും? 2-ഡിയോക്സി റൈബോസ് ആണ് ഉണ്ടാവാൻ നമ്മൾ പഠിച്ചു. ഇനി നാളെ നമ്മൾ സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ് ഇച്ചിരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം കുറെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ട സാധ്യതയുണ്ട്. ആൻഡ് എൻസൈംസിന്റെ കുറച്ച് കെമിക്കൽ റിയാക്ഷൻസും. ഇനി എൻസൈംസ് എന്തുകൊണ്ടാണ് കാറ്റലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓരോ റിയാക്ഷന് കാറ്റലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, അതെന്താ അതിന്റെ പ്രത്യേകത, എൻസൈംസിന്റെ ഒരു കോൺസെപ്റ്റ്, ആക്ടിവേഷൻ എനർജിന്റെ കോൺസെപ്റ്റ് ബൈ വിച്ച് എൻ എൻസൈം വർക്ക്സ്, ആൻഡ് അതിന്റെ എൻസൈം ആക്ഷന്റെ നേച്ചറും ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി ഒക്കെ നാളെ പഠിക്കും. ആൻഡ് ലാസ്റ്റ് നമ്മൾ ജസ്റ്റ് ക്ലാസിഫൈ ചെയ്യും ആൻഡ് നോമിനേഷൻ. അത് ഇമ്പോർട്ടന്റ് ആണ്. 6 ക്ലാസ്സസ് അത് പഠിക്കും. കോ ഫാക്ടേഴ്സ് എന്താന്ന് പഠിക്കും. അതോടെ ചാപ്റ്റർ തീരും. ജസ്റ്റ് പ്രോട്ടീനും എൻസൈംസിനെയും കുറിച്ച് ഇനി പഠിക്കാൻ ബാക്കിയുള്ളൂ. ആൻഡ് നാളെ NCERT സൊല്യൂഷനും കൂടെ ഡിസ്കസ് ചെയ്യുന്നതോടെ ചാപ്റ്റർ എൻഡ് ചെയ്യും. അപ്പൊ ഞാൻ ഒന്നും കൂടി ജസ്റ്റ് റിവൈസ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ പറയാ, ലിപ്പിഡ്. ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ, ലിപ്പിഡ് എങ്ങനെയാ? സ്ട്രിക്ട്ലി പോളിമർ ആണോ അല്ലയോ എന്ന് വെച്ചാൽ എന്താ പറയാ? ലിപ്പിഡ് ഇസ് നോട്ട് എ സ്ട്രിക്ട് പോളിമർ. ആൻഡ് അത് ഏത് സ്പൂളിലാണ് ഉണ്ടാവുക? ആസിഡ് ഇൻസോൾബിൾ ആണോ സോൾബിൾ ആണോ? ആസിഡ് ഇൻസോൾബിൾ. ഇനി അത് വാട്ടർ സോൾബിൾ ആണോ വാട്ടർ ഇൻസോൾബിൾ ആണോ? വാട്ടർ ഇൻസോൾബിൾ. ആൻഡ് വാട്ടർ ഇൻസോൾബിൾ ആണെങ്കിൽ ലിപ്പിഡിന് ലിപ്പിഡ് ഏത് സോൾവെന്റിലാണ് മിക്സ് ആവുക അല്ലെങ്കിൽ സോൾബിൾ ആവാന്ന് വെച്ചാൽ എന്താ പറ്റുക? അതർ കമ്പൗണ്ട്സ് ലൈക്ക് ബെൻസീൻ, ക്ലോറോഫോം. ബെൻസീനും ക്ലോറോഫോമിലും സോൾബിൾ ആണ് ലിപ്പിഡ്, പക്ഷെ വാട്ടറിൽ സോൾബിൾ അല്ല. ആൻഡ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും കൂടി ചേർന്ന് എസ്ട്രിഫിക്കേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ എസ്ട്രിഫൈഡ് ചെയ്ത് ഫാറ്റ് ഉണ്ടാവും. ഈ ഫാറ്റിന്റെ ഒരു സ്ട്രിക്റ്റ് അല്ലാത്ത ഒരു പോളിമർ ആണ് ലിപ്പിഡ് എന്ന് പഠിച്ചു. ഇനി ഫാറ്റി ആസിഡ്സ് എന്തൊക്കെ തരാവാം? ഇത് സാച്ചുറേറ്റഡ് അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആവാം. ഇനി നമ്മൾ പ്രോട്ടീനെ കുറിച്ച് പറഞ്ഞു. പ്രോട്ടീനിൽ എത്ര അമിനോ ആസിഡ് ഉണ്ട്? 20 സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സ് ഉണ്ട് പ്രോട്ടീനിൽ എന്ന് കണ്ടു. ആൻഡ് അതിൽ 20 അമിനോ ആസിഡ്സിൽ 10 ബോഡിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫുഡിൽ നിന്ന്, ന്യൂട്രീഷനിൽ നിന്ന് എടുക്കണം. അതുകൊണ്ട് അതിനെ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് വിളിച്ചു. ഇനി ബാക്കി 10 അതായത് 20 സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സ് ആണെങ്കിൽ ബാക്കി 10 ബോഡി സിന്തസൈസ് ചെയ്യും. അതുകൊണ്ട് അതിനെ നോൺ എസെൻഷ്യൽ, അതായത് ഫുഡിൽ നിന്ന് പുറത്തുനിന്ന് ഇൻടേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് വിളിച്ചു. ഇനി നെറ്റ് ചാർജ് അനുസരിച്ച് ഒരു അമിനോ ആസിഡിന്റെ നെറ്റ് ചാർജ് അനുസരിച്ച് ന്യൂട്രലി ആസിഡ് ആണോ ബേസിക് ആണോ എന്ന് പറയാൻ പറ്റണം. നെറ്റ് ചാർജ് 0 ആണെങ്കിൽ, അതായത് നമ്മൾ നേരത്തെ ഡയഗ്രാമിൽ കണ്ടു, സ്വിറ്റർ ആയോണ്ട് ഡയഗ്രാമിൽ കണ്ടു, നെറ്റ് ചാർജ് നോക്കുമ്പോൾ 0 ആണെങ്കിൽ എന്താ? അത് ന്യൂട്രൽ ആയി. ഇനി ന്യൂട്രൽ അല്ല, നെഗറ്റീവ് ആണ് നെറ്റ് ചാർജ് എങ്കിൽ അതിനെ ആസിഡിക് എന്ന് വിളിച്ചു. ഇനി പോസിറ്റീവ് ആണ് നെറ്റ് ചാർജ് എങ്കിൽ അതിനെ നമ്മൾ ബേസിക് എന്ന് വിളിച്ചു. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇതിലെ എ സ്ട്രക്ചർ, ഈ എ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇതിന്റെ നെറ്റ് ചാർജ് എന്താ? ഇതിന്റെ നെറ്റ് ചാർജ് പോസിറ്റീവ് ആണ്. അപ്പൊ ഇത് ബേസിക് ആണോ ആസിഡിക് ആണോ ചോദിച്ചാൽ എന്ത് പറയും? ഇത് ബേസിക് ആണ്, കാരണം നെറ്റ് ചാർജ് പോസിറ്റീവ് ആണ്. ഇനി ഇതിന്റെ നെറ്റ് ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട് ഇതിനെ അസിഡിക് എന്ന് വിളിച്ചു. ഇതിലെന്താ? ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ്, രണ്ടും ക്യാൻസൽ ആയപ്പോ അതെന്തായി? ന്യൂട്രൽ. ഈ ന്യൂട്രൽ ഫോമിനെ നമ്മൾ എന്ത് വിളിച്ചു?
സ്വിറ്റർ അയോണിക് ഫോം എന്ന് വിളിച്ചു. ഇനി ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഞാൻ സൈഡിൽ എഴുതിയതാണ്. സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ് ഏതാന്ന് ചോദിച്ചാൽ പറയാൻ പറ്റണം സിസ്റ്റീൻ, മിഥിയോനൈൻ. അതേപോലെ നമ്മൾ വേറെ ക്വസ്റ്റ്യനും കൂടെ NCERT തന്നെയുള്ളതാ. ആരോമാറ്റിക് ഏതാ? ആരോമാറ്റിക് ഏതൊക്കെയാന്ന് കണ്ടു? ടൈറോസീൻ, ഫീനൈൽ അലാനിൻ ആൻഡ് ട്രിപ്റ്റോഫാൻ. ഇനി നമ്മൾ അമിനോ ആസിഡിനെ ന്യൂട്രൽ, അസിഡിക്, ബേസിക് ഡിവൈഡ് ചെയ്തിരുന്നു. അതിൽ നമ്മൾ ബേസിക്കിന്റെ ഒരു എക്സാമ്പിൾ പഠിച്ചിരുന്നു. ഒരു 2 എക്സാമ്പിൾ കൂടി ഞാൻ പറയാണ്. ബേസിക് അമിനോ ആസിഡിന്റെ എക്സാമ്പിൾ ആർജിനീൻ, ഹിസ്റ്റഡീൻ, ലൈസീൻ. ന്യൂട്രലോ? ന്യൂട്രലിന്റെ എക്സാമ്പിൾ ഗ്ലൈസീൻ NCERT തന്നിട്ടുണ്ട്, അലാനിൻ, വാലിൻ. ഇനി ആസിഡിക് ഈസിയാണ് കമ്പാരിറ്റീവ്ലി. എന്താ? അതിന്റെ അറ്റത്ത് ആസിഡിന് ഉണ്ടാവും. അപ്പൊ ആസിഡിക്കിൽ എന്താ? ഗ്ലൂട്ടാമിക് ആസിഡ്, ആസ്പാർട്ടിക് ആസിഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കണ്ടു. സൾഫർ കണ്ടെയ്നിങ്, ബേസിക്, ആസിഡിക്, ന്യൂട്രൽ. ഇതിൽ ഏതാന്ന് പഠിച്ചു. ഇനി ഒരു കാര്യം കൂടി ഡിസ്കസ് ചെയ്തിരുന്നു. എന്താ? അലാനിനില്. ഇത് ഓൾറെഡി ഞാൻ ജസ്റ്റ് റിവിഷന് വേണ്ടി പറയാണ്. അലാനിനില് ഏത് ഗ്രൂപ്പാണ് ആറായിട്ട് ഏത് വരുന്നത്? അലാനില് CH3 ആയിരിക്കും വരിക. ഗ്ലൈസീനിൽ ഏതാ? ഗ്ലൈസീനില് ഹൈഡ്രജൻ വരും, അലനിനില് CH3 വരും, സെറീനില് CH2 വെച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്, എക്സോസ്കെലറ്റൻ ഓഫ് ആർത്രോപോഡ്സിൽ കാണാൻ പറ്റുന്ന ഏതാ? എക്സോസ്കെലറ്റൻ ഓഫ് ആർത്രോപോഡ്സ് നമുക്ക് കാണാൻ പറ്റുന്ന കൈറ്റിൻ. കൈറ്റിന്റെ മോണോമർ എന്താന്നൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കൈറ്റിന്റെ മോണോമർ N-acetyl glucosamine. ഇത് എവിടെയൊക്കെ കാണാൻ പറ്റുന്ന പഠിച്ച? എക്സോസ്കെലറ്റൻ ഓഫ് ആർത്രോപോഡ്സിലും ഫംഗൽ സെൽ വാൾസിലും കൂടി കാണാൻ പറ്റും. ഫംഗൽ സെൽ വാൾസ് മെയ്ഡ് ഓഫ് കൈറ്റിൻ നമ്മൾ പണ്ടൊട്ടേ പഠിക്കുന്ന ഫംഗൽ സെൽ വാളും എക്സോസ്കെലറ്റൻ ഓഫ് ആർത്രോപോഡ്സിലും ആണ്. അതിന്റെ മോണോമറിന്റെ പേരെന്താ? N-acetyl glucosamine. ഈ കാര്യം കൂടി കണ്ടു. ഇനി എന്താ? ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്. ഇനുലിൻ എന്തിന്റെ പോളിമർ ആണെന്ന് വെച്ചാൽ എന്ത് പറയണം? ഇനുലിന്റെ മോണോമർ ഫ്രക്ടോസ് ആണ്. ഇനുലിൻ ഹെൽപ്സ് ഇൻ എന്താ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ പറയണം കിഡ്നി ഫംഗ്ഷന് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ഇനുലിൻ, വിച്ച് ഇസ് എ പോളിമർ ഓഫ് ഫ്രക്ടോസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തു. അതോടെ ചാപ്റ്റർ എൻഡ് ചെയ്യാണ്. ചാപ്റ്ററില്ല, ഇന്നത്തെ പാർട്ട് എൻഡ് ചെയ്യാണ്. ഇനി ബാക്കി നാളെ എടുക്കും. ആൻഡ് NCERT സൊല്യൂഷൻ കൂടി ചെയ്താൽ കംപ്ലീറ്റ് ആവും. അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഹാപ്പി സ്റ്റഡിങ്. താങ്ക് യു.